ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉത്തരം എഴുതേണ്ടതായിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 40 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും 3 വിഭാഗങ്ങളിലായിട്ട്. ആദ്യത്തെ വിഭാഗത്തിൽ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും, രണ്ടാമത്തെ വിഭാഗത്തിൽ 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും, മൂന്നാമത്തെ വിഭാഗത്തിൽ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനെല്ലാം കൂടി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം 40 ആണ്. ഈ 40-ൽ നമുക്ക് ആകെ ഉത്തരം എഴുതേണ്ടത് 20 ചോദ്യങ്ങൾക്ക് മാത്രമാണ്. ആദ്യ വിഭാഗം 2 മാർക്കും, രണ്ടാമത്തെ വിഭാഗം 3 മാർക്കും, മൂന്നാമത്തെ വിഭാഗം 4 മാർക്കുമായിരിക്കും ഉണ്ടായിരിക്കുക ഓരോ ചോദ്യത്തിനും. ഇതിൽ 2 മാർക്കിനുള്ള 12 ചോദ്യങ്ങളും 3 മാർക്കിനുള്ള 16 ചോദ്യങ്ങളും 4 മാർക്കിനുള്ള 11 ചോദ്യങ്ങളും നമുക്ക് തന്നിരിക്കും. പക്ഷേ ഈ ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ആകെ ഉത്തരം എഴുതേണ്ടത് 20 ചോദ്യങ്ങൾക്കാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആദ്യത്തെ വിഭാഗത്തിൽ 12 ചോദ്യങ്ങളിൽ 6 മാത്രം ഉത്തരം എഴുതിയാൽ മതി. രണ്ടാമത്തെ വിഭാഗത്തിൽ 16-ൽ 8ഉം മൂന്നാമത്തെ വിഭാഗത്തിൽ 11-ൽ 6 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇങ്ങനെ നമുക്ക് പരമാവധി സ്കോർ ചെയ്യാവുന്നത് 60 മാർക്കാണ്. പക്ഷേ 120 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഇതിലുള്ള വ്യത്യസ്ത ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ വിഭാഗമായ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഡിഫൈൻ ചെയ്യാൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ഇൻ ഓർബിറ്റൽസ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ partially filling all the degenerate orbitals. That means pairing of electrons in the orbitals belonging to the same subshell, P, D or F subshell, does not take place until each orbital belonging to that subshell has got 1 electron each. That means it is singly occupied. അതായത് ഒരു സബ്ഷെല്ലിലെ എല്ലാ ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോണുകളെങ്കിലും നിറഞ്ഞതിന് ശേഷം മാത്രമേ ആ ഓരോ ഓർബിറ്റലിലും പെയറിംഗ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി 2.05 × 10⁷ മീറ്റർ പെർ സെക്കൻഡ്. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കാണാനുള്ള പ്രോബ്ലമാണിത്. ഇതിൽ ഇലക്ട്രോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്കിൾ. അതിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2.05 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഇക്വേഷൻ എഴുതണം. ലാംഡ h/mv. ലാംഡ കോൺസ്റ്റന്റ് ആണ് 6.626 × 10⁻34. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് അറിയാവുന്നതാണ് 9.1 × 10⁻81 കിലോഗ്രാം. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2.05 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ജൂൾ സെക്കൻഡിലാണ് യൂണിറ്റ് പറയുക. അപ്പോൾ നമ്മൾ സിംപിൾ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ 9.1 × 10⁻31 ഇൻറ്റു 2.05 × 10⁻7. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മീറ്ററിലാണ്, കാരണം നമ്മളിവിടെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് എടുത്തുള്ളത്, നമുക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.55 × 10⁻11 മീറ്റർ എന്നായിരിക്കും. അതിനെ നമുക്ക് പൈക്കോമീറ്ററിലേക്ക് മാറ്റാം. പൈക്കോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻12 മീറ്റർ എന്നുള്ളത്, അതായത് 35.5 പൈക്കോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള വഴി. മൂന്നാമത്തെ ചോദ്യം ബേസ്ഡ് ഓൺ BSc-PR തിയറി predict the shapes of H2O and NH3. H2Oയുടെയും NH3യുടെയും ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി BSc-PR തിയറി വെച്ചിട്ട്. അപ്പോൾ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്താണെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ പോകണം. അത് വെച്ചിട്ട് വേണം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, H2O നമുക്കറിയാം, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ബെൻഡ് ഷേപ്പിലാണ് ഈ മോളിക്യൂൾ ഉണ്ടാവുക. This as a bend-like structure, angular shape, or we can say inverted V shape. ഈ ഇൻവേർട്ടഡ് V ഷേപ്പിൽ ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. അതിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, 2 ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോൺ റിപ്പൽഷൻ ആണ് ഈ മോളിക്യൂളിന് ഈ ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി NH3യുടെ കേസ് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NH3 ഇതേപോലെ തന്നെ sp3 ആണ്. ഇതിൽ നൈട്രജന്റെ മുകളിൽ 3 ഹൈഡ്രജൻ, നൈട്രജനാണ് സെൻട്രൽ ആറ്റം ആയിട്ടുള്ളത്. അതിലൊരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ലോൺ പെയർ. ഇവിടെ നമുക്ക് ലോൺ പെയർ റിപ്പൽഷൻ ഇല്ല, മറിച്ച് ബോൺ പെയറും ലോൺ പെയറും റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനൊരു പിരമിഡൽ ഷേപ്പാണ് അല്ലെങ്കിൽ ട്രയഗണൽ പിരമിഡൽ എന്ന് നമുക്ക് പറയാവുന്നതാണ്. റൈറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Real gases does not follow gas laws perfectly under all conditions. Why?
റിയൽ ഗ്യാസസ് ഗ്യാസ് ലോസ് കൃത്യമായിട്ട് എല്ലാ കണ്ടീഷൻസിലും അനുസരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇത് നമ്മൾ കൈനറ്റിക് തിയറിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഉത്തരം പറയാറുള്ളത്. ദിസ് ഈസ് ഡ്യൂ ടു 2 faulty assumptions ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലുള്ള ചില തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതിലൊന്ന്, the actual volume of the molecule is negligible compared to the volume of the gas molecules. Actual volume of molecules is negligibly compared. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസ് എടുത്തിരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോള്യൂവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ ആക്ച്വൽ വോള്യൂം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മാൾ ആയതുകൊണ്ട് അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ് എന്നുള്ള ഒരു ഫോൾട്ടി അസംഷൻ. രണ്ടാമത്, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് പാർട്ടിക്കിൾസ്. ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ യാതൊരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഇന്ററാക്ഷനും ഇല്ല എന്നുള്ളതും അടുത്ത ഫോൾട്ടി അസംഷൻ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് റിയൽ ഗ്യാസ് ലോസ് എല്ലാ കണ്ടീഷൻസിലും അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിലെ ആദ്യ നിയമം, ഫസ്റ്റ് ലോ. ഈ ഫസ്റ്റ് ലോ നമ്മൾ വ്യത്യസ്ത തരത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ആ വ്യത്യസ്ത തരമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എനർജി that can neither be created nor destroyed. ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി, യൂണിവേഴ്സിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. നമ്മുടെ യൂണിവേഴ്സ് നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഏത് ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താലും അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നതിൽ മാറ്റം ഉണ്ടാവില്ല. അത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഡെൽറ്റ യു ഇസിക്കൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതാം. ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്നുള്ളതാണ്. അത് ക്യൂ ഹീറ്റിനെയും ഡബ്ല്യു വർക്കിനെയും ആസ്പദമാക്കിയിട്ടായിരിക്കും. സോ ഡെൽറ്റ യു ഇസിക്കൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. Then sixth question, give the relationship between Kp and Kc for the reaction. NOCl gives NO plus Cl2. ഈ റിയാക്ഷനിൽ Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ അത് നമുക്കറിയാം. Kp ഇസിക്കൽ ടു Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ എന്നുള്ളതാണ് ഇക്വേഷൻ. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്ടൻസ്. ഇവിടെ രണ്ട് പ്രോഡക്ട്സ് നമുക്കുണ്ട്, NOയും ഉണ്ട് Cl2യും ഉണ്ട്. അതിൽ NO 2 മോളിക്യൂൾസും Cl2 1 മോളിക്യൂളും. നമ്പർ ഓഫ് മോൾസിൽ പറഞ്ഞാൽ NO 2 മോൾസും Cl2 1 മോളുമാണ്. അപ്പോൾ ടോട്ടൽ 3 മോൾസ് പ്രോഡക്റ്റ് ഉണ്ട്. റിയാക്ടന്റെ സൈഡിലാണെങ്കിൽ NOCl നമുക്ക് 2 മോൾസേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്ടൻസ്, ദാറ്റ് ഈസ് 3 minus 2 1. So our equation is Kp is equal to Kc into RT raised to 1 or Kp is equal to Kc into RT. So we can say Kp is always greater than Kc in this case. ഇവിടെ Kp എന്ന് പറയുന്നത് Kcയേക്കാളും കൂടുതലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. So this is the relation between Kp and Kc. Then seventh one, classify the following into Lewis acids and Lewis bases. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിനെയും നമ്മൾ തരംതിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഈസ് H2O, then NH3, then BCl3, then H+. ഇതിനെ നമ്മൾ ലൂയിസ് ആസിഡ്സിനെയും ലൂയിസ് ബേസസിനെയുമായിട്ട് തരംതിരിക്കാം. ലൂയിസ് ആസിഡ്സ് പറഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആർ ആസിഡ്സ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആർ ബേസസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവയെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ഇവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് H2O എന്ന് പറയുന്നത്, അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഈസ് എ ബേസ്. NH3 എന്ന് പറയുന്നത് അവിടെയും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അതും ബേസ് ആയിട്ട് കണക്കാക്കാം. BCl3 എന്ന് പറയുന്നത് അതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ മോളിക്യൂളാണ്. 13th ഗ്രൂപ്പാണ് ബോറോൺ. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്, ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. H+, ഇറ്റ് ഈസ് ആൾസോ എ ലൂയിസ് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ 8th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 അനോമലസ് ബിഹേവിയേഴ്സ് ഓഫ് ലിത്തിയം. ലിത്തിയത്തിൻ്റെ 2 അനോമലസ് ബിഹേവിയർ എഴുതാം. ലിത്തിയം ഈസ് മച്ച് ഹാർഡർ ആൻഡ് ഹാസ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. ആ ഗ്രൂപ്പിലെ ഹാർഡായിട്ടുള്ള ഒരു എലമെന്റ് ആണ് ലിത്തിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ ദിസ് ഈസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് ബട്ട് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എമംഗ് ഓൾ ദ ആൽക്കലി മെറ്റൽസ്. ഇതിൽ ഏറ്റവും കുറഞ്ഞ റിയാക്ടിവിറ്റി ഉള്ളതും ഏറ്റവും കൂടിയ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ളതാണ് ലിത്തിയം എന്ന് പറയുന്നത്. ലീസ്റ്റ് റിയാക്റ്റീവ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് among that group, ആ ഗ്രൂപ്പിൽ. Then it can form only monoxide with oxygen, lithium monoxide.
ഓക്കെ, അതേഴ്സ് ക്യാൻ ഫോം പെറോക്സൈഡ്സ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഡിയം പെറോക്സൈഡ്, ദെൻ അതേഴ്സ് ക്യാൻ ഫോം സൂപ്പർ ഓക്സൈഡ്സ്. ലിഥിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡെലിക്വസന്റ് ആണ്. ഇറ്റ് ക്യാൻ ക്രിസ്റ്റലൈസ് ആസ് ഇറ്റ്സ് ഹൈഡ്രേറ്റ്. ഹൈഡ്രേഷൻ എന്തായാലും വളരെ ഹൈ ആണ്. സോ ഇറ്റ് ക്യാൻ ക്രിസ്റ്റലൈസ് ആസ് ഇറ്റ്സ് ഹൈഡ്രേറ്റ്സ്, LiCl2H2O. ബാക്കിയുള്ളതിന് അതർ ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്സ് ഡു നോട്ട് ഫോം ഹൈഡ്രേറ്റ്സ്. അപ്പോൾ നമുക്ക് കുറേ അനോമലസ് പ്രോപ്പർട്ടി ഉള്ളതിൽ ഒരു 4 അനോമലസ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ 9th ക്വസ്റ്റ്യൻ നെയിമിംഗ് ആണ്, നോമൻക്ലേച്ചർ ആണ്. ഗിവ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ്. ഇതിൽ IUPAC നെയിംസ് എഴുതാൻ. CH3, CH ഡബിൾ ബോണ്ട്, CH2, CH2, COH. ഇതിൽ നമുക്ക് 6 കാർബൺ ആറ്റങ്ങൾ ഒരു ചെയിൻ ആയിട്ട് കാണാം. There are 6 carbon atoms in that particular chain. അപ്പോൾ 6 ഉള്ളതുകൊണ്ട് ഇതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഹെക്സ് ആണ്, ഹെക്സ്. മാത്രമല്ല ഇതിലൊരു ഡബിൾ ബോണ്ട് കാണുന്നുണ്ട്, അത് അൺസാച്ചുറേഷൻ ആണ്. ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത് ഈനിലാണ്, അപ്പോൾ അത് ഹെക്സീൻ ആണ്. ഇനി ഈൻ എന്നുള്ളത് ഏത് പൊസിഷനിലാണ് എന്ന് നോക്കണം. മാത്രവുമല്ല ഇതിലൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അത് COOH ആണ്. COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ ഓയിക് ആസിഡിലാണ് അവസാനിക്കുന്നതായിട്ട് പറയാം. അപ്പോൾ ഇത് ഹെക്സിനോയിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഹെക്സിനോയിക് ആസിഡിന്റെ പൊസിഷൻസ് കൊടുക്കണം. ഓയിക് ആസിഡ് ഫസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് 1 ഓയിക് ആസിഡ് ആയിട്ടാണ് വരിക. പിന്നെ നമുക്ക് പറയാവുന്നത് 4th പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. COH ഫസ്റ്റ് പൊസിഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4th പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് പിന്നെ കാണുന്നത്. അപ്പോൾ ഹെക്സ് 4-in-1 ഓയിക് ആസിഡ് എന്ന് പേര് വരും. ഓക്കെ, ഇനി ഇതിലെ ബി പാർട്ട് നമുക്കൊരു സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ട്, അതിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതിലൊരു OH ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും OHലുള്ള ആ സൈക്ലിക് കാർബൺ 1 എന്ന് കൊടുക്കാം. ടോട്ടൽ ആ റിങ്ങിൽ 6 കാർബൺ ഉണ്ട്, അപ്പോൾ അത് സൈക്ലോഹെക്സ് ആണ്. ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഹെക്സീൻ ആണ്. ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ്. OH ഫസ്റ്റ് പൊസിഷൻ ആണ് എങ്കിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആയിട്ട് വരുന്നത് സെക്കൻഡ് പൊസിഷൻ ആണ്. സോ ഇറ്റ് ഈസ് സൈക്ലോഹെക്സ് 2-in-1 ഓൾ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഈൻ എന്നുള്ളതിലത്തെ അവസാനത്തെ ഈ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ആ പേര് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല ഇതിൽ നമ്മൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ IUPAC നെയിമിങ്ങിലുള്ള റൂൾസിൽ വരുന്നത്. ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. ദർ ഇസ് നോ ഗ്യാപ്പ് ഇൻ ദീസ് പർട്ടിക്കുലർ നെയിമിംഗ്. ഒരു വാക്കും ഒരു അക്കവും തമ്മിൽ, ഒരു അക്ഷരവും ഒരു അക്കവും തമ്മിൽ ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി 2 അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഒരു കോമ ഉപയോഗിച്ചിട്ടാണ്, ഇവിടെ അതില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ നെയിമിങ്ങിൽ സൂക്ഷിക്കേണ്ടത്. 10th ക്വസ്റ്റ്യൻ അഗെയിൻ ഫോർമുല തന്നിട്ടുണ്ട്. റൈറ്റ് എനി 2 ചെയിൻ ഐസോമേഴ്സ് of a molecule having molecular formula C5H12. C5H12 എന്ന് പറയുന്നതിൽ 5 കാർബണും 12 ഹൈഡ്രജനും ഉണ്ട്. പക്ഷേ ഇതിന്റെ ചെയിൻ ഐസോമേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകളൊന്നുമില്ല, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ നമുക്ക് ചെയിൻ ലെങ്ത് വാരി ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ഐസോമേഴ്സ് ഉണ്ടാക്കാം. ഒന്ന്, ഇതിന്റെ 5 കാർബണുള്ള ലോങ്ങസ്റ്റ് ചെയിൻ എടുത്തിരിക്കുന്നത് തന്നെ ആവാം പെൻറ്റെയിൻ അല്ലെങ്കിൽ നോർമൽ പെൻറ്റെയിൻ എന്ന് പറയും. ഇനി അതിലൊരു ബ്രാഞ്ചിങ് നടത്താം. ഒരു കാർബൺ എടുത്തിട്ട് ബ്രാഞ്ച് ആയിട്ട് ഒരു പെൻഡന്റ് ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് 3 CH3 ഉള്ള ഒരു കോമ്പൗണ്ടാണ് കിട്ടുക. ഇത് നമ്മൾ 2-methyl butane. അപ്പോൾ നമുക്ക് ആ ചെയിനിൽ 4 കാർബണേ ഉണ്ടാവുള്ളൂ. ഒന്ന് അതിന്റെ സൈഡ് ചെയിനായി, അപ്പോൾ ബ്യൂട്ടൈൻ ആയിട്ടാണ് വരിക. സെക്കൻഡ് പൊസിഷനിലാണ്, എങ്ങനെ വെച്ചാലും സെക്കൻഡ് പൊസിഷനിലാണ് വരിക. അതുകൊണ്ട് അതിനെ 2-methyl butane അല്ലെങ്കിൽ ഐസോപെൻറ്റെയിൻ എന്നും പറയും. ഇനി നമുക്ക് ഒരു സൈഡ് ചെയിനും കൂടി ഉണ്ടാക്കുക, ഒരു കാർബണും കൂടി എടുത്തിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്രൊപ്പെയിൻ ആയിരിക്കും. അതിൽ സെക്കൻഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ അതിൽ 4 മീഥൈൽ ഗ്രൂപ്പുകൾ നമുക്ക് കാണാം. അതിലൊന്ന് ചെയിനിലായതുകൊണ്ട് 2 ചെയിനിലായതുകൊണ്ട് 2 നമുക്ക് സൈഡ് ചെയിൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനെ 2,2-dimethyl propane എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ നിയോപെൻറ്റെയിൻ എന്നും വിളിക്കാം. ഇനി വീണ്ടും നമുക്ക് ഓർഗാനിക്കിലേക്ക് തന്നെയാണ്. നെയിം ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ എന്താണ് എന്നുള്ളതാണ്. C2H5Br പ്ലസ് സോഡിയം. 2 മോളിക്യൂൾ എടുത്തുകൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യം ഇത് എഴുതിയിട്ടുള്ളത്. അതായത് ഒരു ആൽക്കൈൽ ഹാലൈഡും മെറ്റാലിക് സോഡിയവും ഡ്രൈ ഈഥറിന്റെ പ്രസൻസിൽ അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്? N-butane പ്രോഡക്റ്റ്. അതായത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതിയ പ്രോഡക്റ്റ് N-butane. അപ്പോൾ ഇത് എന്തായിരിക്കും? മെറ്റാലിക് സോഡിയവും ആൽക്കൈൽ ഹാലൈഡും ഡ്രൈ ഈഥറിന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ. ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ആൽക്കൈൻ ഉണ്ടാക്കാൻ ഉള്ള മെത്തേഡാണ്. ആൽക്കൈൽ ഹാലൈഡും സോഡിയവും ഡ്രൈ ഈഥറിന്റെ പ്രസൻസിൽ ചെയ്യുന്ന റിയാക്ഷനാണ്. ഇതൊരു സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ബ്രോമോ ഈഥൈൻ ആണെങ്കിലും കൂടി നമുക്ക് അതിന്റെ ഇരട്ടി കാർബണാറ്റങ്ങളുള്ള ബ്യൂട്ടൈൻ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇതിലെ രണ്ടാമത്തെ പാർട്ട് റിയാക്ഷൻ ഇതാണ്. ബെൻസീൻ റിയാക്ട് വിത്ത് മീഥൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ടു ഫോം ടോളുവീൻ. ഈ റിയാക്ഷൻ
എന്താണ് റിയാക്ഷൻ്റെ പേര് എന്നാണ് ചോദ്യം. ബെൻസീൻ മീഥൈൽ ക്ലോറൈഡുമായിട്ട് ചേർന്ന് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ടൊലൂയിൻ മീഥൈൽ ബെൻസീൻ ഉണ്ടായത്. ആൽക്കൈലേഷൻ ആണ് റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഈ റിയാക്ഷൻ്റെ പേരാണ് ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് റിയേജൻസ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ഈ റിയാക്ഷൻസിൻ്റെ പേരെന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു മെറ്റാലിക്സ് ആൽക്കൈൽ ഹാലൈഡും മെറ്റാലിക് സോഡിയവും ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിലാണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ. അതേപോലെ ആൽക്കൈൽ ഹാലൈഡും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എങ്കിൽ അത് ഫ്രൈഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഓക്കെ, 12th ക്വസ്റ്റ്യൻ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനിയോൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനിയോൺ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്ട്രക്ചർ മനസ്സിൽ വരണം, സ്ട്രക്ചറോടെ കൊടുത്തിട്ടുണ്ട്. ഇത് അരോമാറ്റിക് ആണ്. എന്തുകൊണ്ട്? ഒരു സാധനത്തിന് അരോമാറ്റിസിറ്റി പറയാൻ ചില നിയമങ്ങൾ നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹക്കൽ റൂൾ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഹക്കൽ റൂൾ അനുസരിക്കുന്നു. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനിയോൺ ഒരു സൈക്ലിക് മോളിക്യൂളാണ്. ഇതൊരു പ്ലെയിനാർ മോളിക്യൂളാണ്. ഇതിൽ 4n+2 ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 4n+2 ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ. n എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നമ്പർ, ഇറ്റ് ഇസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ 4n+2, ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് നോക്കൂ. ഇതിൽ 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഇല്ലേ? 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ 2 ഈ ആനിയോണിക് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് അവിടെ ഇരിക്കുന്നുണ്ട് ചാർജിന് വേണ്ടിയിട്ട്. അപ്പം മൊത്തം എത്രയായി? 2, 4, 6 ഇലക്ട്രോൺ ആയി. 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഈ 2 ഇലക്ട്രോൺ ചാർജിന് വേണ്ടിയിട്ടുള്ള 2 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ മൊത്തം അതിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ 6 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 4n+2 വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. n എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ ഇൻറ്റിജർ വെച്ചിട്ട്. അപ്പോൾ 4 × 1+2 നമുക്ക് 6 ആണ് കിട്ടുക. ജസ്റ്റ് ലൈക്ക് ബെൻസീൻ, അതേപോലെ തന്നെ 4n+2 തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ ഈ 4n+2 ഉണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇത് എന്താണ്? ഇത് അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് എന്ന് പറയാം. സോ ദിസ് ഈസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പോൾ 12 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ 12 ചോദ്യങ്ങളിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടത് 6 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉത്തരങ്ങളെല്ലാം എഴുതാം. ആദ്യം നിങ്ങൾ ഈ 6 ചോദ്യങ്ങൾക്ക് അറിയാവുന്ന 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യം തന്നെ എഴുതുക. അതിന് നമ്മൾ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കാം, ഏതൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 13ാമത്തത്, ഇത് 2ാമത്തെ സെക്ഷനാണ്. ഇതിൽ നമുക്ക് 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എഴുതേണ്ടത്. അങ്ങനെ നമുക്ക് 3 മാർക്ക് വീതം 24 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, മൊത്തം 16 ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ 13th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ, പ്രസ്താവിക്കാൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. ഒരു പ്രത്യേക കോമ്പൗണ്ട് എടുത്ത് ഉദാഹരണത്തിന് NaCl എന്ന് എടുത്തു കഴിഞ്ഞാൽ NaClൽ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അനുപാതം എന്ന് പറയുന്നത്, മാസിലുള്ള അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റേഷ്യോ ബൈ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. Then in second part, define limiting reagent of a reaction. ഒരു റിയാക്ഷന്റെ ലിമിറ്റിംഗ് റിയേജന്റ് എന്നാൽ എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ പരിപൂർണമായും ഉപയോഗിച്ച് തീരുന്ന a reagent which is completely consumed in a chemical reaction. പൂർണ്ണമായും ഉപയോഗിച്ച് തീരുന്ന റിയേജന്റിനെയാണ് നമ്മൾ ലിമിറ്റഡ് റിയേജന്റ് എന്ന് പറയുന്നത്. എല്ലാ കെമിക്കൽ റിയാക്ഷൻസിലും എല്ലാ റിയേജൻസും പരിപൂർണമായും ഉപയോഗിച്ച് തീരണമെന്നില്ല. പരിപൂർണമായും ഉപയോഗിച്ച് തീരുന്ന reagent which is completely consumed in a chemical reaction is known as limiting reagent. Then 14th question, what is atomic mass unit? At AMU എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. ആറ്റോമിക് മാസ് യൂണിറ്റ്. ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 12ൽ ഒരു ഭാഗമാണ്. 1/12 the mass of a carbon 12 atom. 1/12 12ൽ ഒരു ഭാഗം. എന്തിന്റെ? ഒരു കാർബൺ 12 ആറ്റത്തിന്റെ, കാർബണിന്റെ ഒരു ഐസോട്ടോപ്പായ കാർബൺ 12ന്റെ 12ൽ ഒരു ഭാഗത്തിന്റെ, അതിന് മാസ് എത്ര ഉണ്ടോ അതിന്റെ 12ൽ ഒരു ഭാഗം. അതിനെയാണ് നമ്മൾ AMU എന്ന് പറയുന്നത്, ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. 2 വാല്യൂസ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിൽ A പോർഷൻ 52 മോൾസ് ഓഫ് ആർഗൺ, രണ്ടാമത്തത് 52 ഗ്രാംസ് ഓഫ് ഹീലിയം. അപ്പോൾ ഇത് രണ്ടും 52 ആവുകൊണ്ട് നമ്മൾ കൺഫ്യൂസിങ് ആവരുത്. ആദ്യത്തത് നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിട്ടുള്ളത്, രണ്ടാമത്തത് ഇൻ ഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടും വ്യത്യസ്ത എലമെന്റ്സ് ആണ്.
എന്നുള്ളത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 52 മോൾ ഓഫ് ആർഗൺ എന്ന് പറഞ്ഞാൽ എന്ത് മോൾ ആയാലും വേണ്ടില്ല, 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആണ്. അത് ആർഗൺ ആയാലും ഹീലി ആയാലും എന്ത് സാധനം ആയാലും നമുക്ക് 6.022 × 10⁻23 എന്ന് എഴുതിയാൽ മതി. അങ്ങനെ എത്ര ഉണ്ട്? 52 ഉണ്ട്. സോ ഇറ്റ് ഈസ് 52 × 6.022 × 10⁻23 ആർഗൺ ആറ്റംസ്. പക്ഷെ രണ്ടാമത്തതിൽ അങ്ങനെയല്ല, അത് 52 ഗ്രാംസ് ഓഫ് ഹീലിയാണ്. അപ്പോൾ ഈ ഗ്രാമിനെ നമ്മൾ ആദ്യം എന്താക്കണം? ഗ്രാമിനെ നമ്മൾ ആദ്യമായിട്ട് നമ്പർ ഓഫ് മോൾസ് ആക്കണം. ആ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് ആക്കണം. അത് സിമ്പിളാണ്. എന്ത് മാസ് തന്നാലും അതിനെ അതിൻ്റെ ആറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 52 ഗ്രാം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. 52 ഗ്രാം ഓഫ് ഹീലിയം. അപ്പോൾ ഹീലിയത്തിൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 52/4 അത് 13 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 13 മോൾസ് ഓഫ് ഹീലിയം. ഇനി അതിൽ എത്ര ആറ്റംസ് അടങ്ങിയിട്ടുണ്ടാവും? 13 × 6.022 × 10⁻23. അത്രയും നമ്പർ ഓഫ് ആറ്റംസ്. നമ്മൾ നേരത്തെ ആർഗണിന് ചെയ്ത അതുപോലെ തന്നെ. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ ഗ്രാംസിനെ മാസിനെ മോൾസ് ആക്കി മാറ്റണം. മാസിനെ മോൾസ് ആക്കി മാറ്റാൻ മാസ് ബൈ ആറ്റോമിക് മാസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. മാസ് ബൈ ആറ്റോമിക് മാസ്. ഇനി ഇത് മോളിക്യൂൾസ് ആയിരുന്നെങ്കിൽ മാസ് ബൈ മോളിക്യുലർ മാസ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്, നമ്മൾ ആറ്റം ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ആ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആറ്റംസ് എത്രയാണെന്ന് കിട്ടി. ഓക്കെ, സോ ഇറ്റ് ഈസ് 13 × 6.022 × 10⁻23 ആറ്റംസ് ഓഫ് ഹീലിയം. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺ ഈസ് നോട്ട് ഐസോ ഇലക്ട്രോണിക് വിത്ത് നിയോൺ ആറ്റം? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് യോജിച്ച് വരാത്തത് എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നോട്ട് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നോട്ട് എന്ന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. വെറുതെ ഈ ഓപ്ഷൻ കണ്ടിട്ട് ഉത്തരം എഴുതാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്കത് 1s2 2s2 2p6 എന്ന് എഴുതാം. ഇനി ഇതിലുള്ളതിൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇപ്പോൾ ഓക്സിജൻ ആണ് എങ്കിൽ ഓക്സിജൻ ആറ്റം 1s2 2s2 2p4 എന്ന് എഴുതും. O- ആയതുകൊണ്ട് നമ്മൾ 2p4ൻ്റെ ഒപ്പം ഒരു ഇലക്ട്രോൺ കൂടി ചേർത്തിട്ട് 2p5 എന്ന് എഴുതും. എന്നാലും നമ്മൾ നിയോണിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടി വേണം. ഇനി സോഡിയത്തിൻ്റെ ആണെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് 11 ആണ്. 1s2 2s2 2p6 3s1 എന്നാണ്. ഇവിടെ സോഡിയം പ്ലസ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കുറവാണ്. അപ്പം നമ്മൾ 1s2 2s2 2p6 എന്നാണ് എഴുതുക. അത് നിയോണിൻ്റെ കോൺഫിഗറേഷനാണ്, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറാണ്. അലൂമിനിയം 3+നും ഇത് തന്നെയാണ്. 1s2 2s2 2p6 3s2 3p1 എന്നായിരുന്നു. 3s2 3p1 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ട് Al3+ ആയത്. അപ്പോൾ കോൺഫിഗറേഷൻ നിയോണിൻ്റെ കോൺഫിഗറേഷനായി 1s2 2s2 2p6. Mg2+ൻ്റെ ഇതേപോലെ തന്നെയാണ്. അതിൽ നിന്ന് പുറത്തെ ഷെല്ലിലെ 3s2 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടാണ് Mg2+ ആയത്. കോൺഫിഗറേഷൻ 1s2 2s2 2p6 ആയിട്ട് മാറി Mg2+. അപ്പോൾ ഇതിൽ O- കോൺഫിഗറേഷൻ ആണ് നിയോണിൻ്റെ കോൺഫിഗറേഷനിൽ നിന്ന് വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ O- നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നിയോണിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് O- ഈസ് നോട്ട് ഐസോ ഇലക്ട്രോണിക് വിത്ത് നിയോൺ ആറ്റം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എക്സ്പ്ലെയിൻ വൈ Na+ അയോൺ ഈസ് സ്മോളർ ദാൻ സോഡിയം ആറ്റം. സോഡിയം ആറ്റം അത് ന്യൂട്രലാണ്, ചാർജ് ഇല്ല, ശ്രദ്ധിക്കുക. Na+ ഒരു കാറ്റയോൺ ആണ്. നമുക്കറിയാം കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ ന്യൂട്രൽ ആറ്റംസ്, ഇറ്റ്സ് കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റംസ്. അതിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ വൈ. ഡ്യൂ ടു ദ ലെസർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഗ്രേറ്റർ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓഫ് Na+. ഇതാണ് ഇതിൻ്റെ കാരണമായിട്ട് നമ്മൾ പറയുക. അതായത് പുറത്തെ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണല്ലോ എന്താവുക, കാറ്റയോൺ ആയിട്ട് മാറുക. ഇവിടെ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ കോൺഫിഗറേഷൻ കണ്ടു. 1s2 2s2 2p6 3s1 ആയിരുന്നു. പുറത്തെ ഷെല്ല് 3s1 ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രോണും നഷ്ടപ്പെട്ടു, ഒരു ഷെല്ലും നഷ്ടപ്പെട്ടു. ദാറ്റ് ഇസ് വൈ ഡ്യൂ ടു ദ ലെസർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഷെൽസ് എന്ന് പറഞ്ഞത്. പക്ഷേ പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്, 11 പ്രോട്ടോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജുമായി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ Na+ അയോൺ ഈസ് സ്മോളർ, സോഡിയം പ്ലസ് കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ സോഡിയം ന്യൂട്രൽ ആറ്റം. ദെൻ 16th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ പ്രോസസ്. 2 പ്രോസസ്സ് തന്നിട്ടുണ്ട്. സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ
ഫസ്റ്റ് അയണൈസേഷൻ സോഡിയം പ്ലസ് അയോൺ, gaseous ion പ്ലസ് ഇലക്ട്രോൺ. എഗെയിൻ ഒരു അയണൈസേഷൻ എൻതാൽപ്പിയും കൂടി ഇവിടെ ഉണ്ട്. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി അത് സോഡിയം പ്ലസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് Na2+ ആവുന്നതാണ്. അപ്പോൾ രണ്ട് അയണൈസേഷൻ എൻതാൽപ്പീസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി IE1, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി IE2. വിച്ച് ഈസ് ഗ്രേറ്റർ ആൻഡ് ജസ്റ്റിഫൈ? ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് വളരെ ബ്ലാങ്ക് ആയിട്ട് പറയാം, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. എന്താണ് കാരണം? അതിന്റെ കാരണം it is because it is more difficult to remove an electron from a positively charged ion than from a neutral atom or neutral atom. ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിനേക്കാളും പ്രയാസമാണ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മീനിങ്. എന്നാൽ സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന സോഡിയം ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യൽ വലിയ പ്രയാസമില്ല. മാത്രമല്ല അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോഡിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. പുറത്തെ ഷെല്ല് 3s1 ആണ്. അപ്പോൾ പുറത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടും Na+. അതേതാണ്? 1s2, 2s2, 2p6. ഇറ്റ് ഈസ് സ്റ്റേബിൾ, ജസ്റ്റ് ലൈക്ക് എ നോബിൾ ഗ്യാസ്. ഇനി രണ്ടാമത്തെ അയണൈസേഷൻ വരുമ്പോൾ ഈ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ നിന്നാണ് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. നേരത്തെ പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ, ഇത് ഇലക്ട്രോൺ നേടുമ്പോഴുള്ളതാണ്. ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. വൈ? ഫ്ലൂറിൻ്റേത് ക്ലോറിനേക്കാളും കുറവാണ്. എന്തുകൊണ്ട്? അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്ലൂറിനിൽ നിന്ന് ക്ലോറിലേക്ക് ഒന്ന് കൂടുകയും പിന്നെ അത് കുറയുകയുമാണ് ചെയ്യുന്നത്. ബിക്കോസ് ഫ്ലൂറിൻ ഈസ് സ്മോളർ, ബിക്കോസ് ഓഫ് ദ സ്മോളർ സൈസ് ഓഫ് ദ സെക്കൻഡ് ഷെൽ. മാത്രവുമല്ല ഇത് ചെറുതായതുകൊണ്ട്, ഈ ഷെല്ല് ചെറുതായതുകൊണ്ട് നമ്മൾ ഒരു ഇലക്ട്രോണിനെയും കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ്. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കണം. ദ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ. Electronic repulsion is greater in fluorine than chlorine. So fluorine cannot add more number of electrons as easy as that of chlorine. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ഫ്ലൂറിൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സൈസ് ആണ് അതിൻ്റെ പ്രധാന പ്രശ്നം. മാത്രവുമല്ല ആ സ്മോളസ്റ്റ് സൈസിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഇടയിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ റിപ്പൽഷന് സാധ്യത വരുന്നുണ്ട്. അതാണ് ഇലക്ട്രോണിക് റിപ്പൽഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഇലക്ട്രോണിക് റിപ്പൽഷൻ, ഇതാണ് അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. Then to the 17th question, explain the covalent character of lithium chloride using Fagen's rule. Fagen's rule വെച്ചിട്ട് വേണം ലിത്തിയം ക്ലോറൈഡിന്റെ covalent character പറയാൻ. അപ്പോൾ അത് പറയുന്നത് എങ്ങനെയാണ്? ലിത്തിയം ക്ലോറൈഡിൽ ലിത്തിയത്തിന്റെ സ്മോളർ സൈസ്, ലിത്തിയം അയോൺ Li+Cl- ആണല്ലോ. അതിൽ ലിത്തിയം എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ ഏറ്റവും മുകളിലിരിക്കുന്ന എലമെന്റ് ആണ്. അത് സ്മോൾ ആണ്. മാത്രമല്ല ഒരു പോസിറ്റീവ് ചാർജും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് സ്മോളർ കമ്പയർഡ് ടു ക്ലോറിൻ. ക്ലോറിന്റെ കേസിൽ ക്ലോറിൻ ഈസ് എ ബിഗ് മോളിക്യൂൾ കമ്പയർഡ് ടു ലിത്തിയം. മോറോവർ ഇറ്റ് ഈസ് ആൻ ആനയോൺ, ഇറ്റ് ഈസ് ബിഗ്ഗർ. സോ ഡ്യൂ ടു ദിസ് ഡിഫറൻസ് ഇൻ സൈസ് ലിത്തിയം ക്ലോറൈഡ് ഈസ് കോവാലന്റ്. ഓക്കെ. അപ്പോൾ സ്മോളർ കാറ്റിയോണും ലാർജർ ആനിയോണുമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഫാജൻസ് റൂളിൽ റീസൺ ആയിട്ട് പറയുന്നത്, കോവാലന്റ് ക്യാരക്ടറിന്റെ റീസൺ ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട്, റൈറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട്. സിഗ്മയും പൈ ബോണ്ടും തമ്മിലുള്ള രണ്ട് വ്യത്യാസം. അപ്പോൾ വ്യത്യാസങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് മനസ്സിലൂടെ പോവുക. സിഗ്മ ബോണ്ട് നമുക്കറിയാം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. രണ്ട് ഓർബിറ്റലുകൾ രണ്ട് ആക്സിസിലൂടെ നേരെ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ്. എലോങ് ദി ആക്സിസ് ആണ് അവിടെ വരുന്നത്. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്. എന്നാൽ പൈ ബോണ്ട് അങ്ങനെയല്ല. പൈ ബോണ്ട് സൈഡ് വേസ് ഓവർലാപ്പിംഗ് ആണ്. സൈഡ് വേസ് ആയിട്ടാണ് വരുന്നത്. ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് ഓർബിറ്റൽസുകൾ തമ്മിൽ. അപ്പോൾ ഇത് തന്നെ പ്രധാന വ്യത്യാസമാണ്. സിഗ്മ ബോണ്ട് ഫോംഡ് ബൈ ദി ആക്സിയൽ ഓവർലാപ്പിംഗ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്. എന്നാൽ പൈ ബോണ്ട് ലാറ്ററൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ. ഇനി രണ്ടാമത്തത് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്, സിഗ്മ ബോണ്ട് സാധാരണഗതിയിൽ ഒരു സിംഗിൾ ബോണ്ടാണ്. ഇറ്റ് ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ സിംഗിൾ ബോണ്ട്സ്.
എന്നാൽ പൈ ബോണ്ടിൽ നമുക്ക് മൾട്ടിപ്പിൾ ബോണ്ട്സ്, എപ്പോഴും പൈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു സിഗ്മ ബോണ്ട് ഓൾറെഡി വിൽ ബി ദർ. അതിന്റെ പുറത്താണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു പൈ ബോണ്ട് ഉണ്ടാവുക. സോ യൂഷ്വലി ദാറ്റ് പ്രസന്റ് ഇൻ എ മൾട്ടിപ്പിൾ ബോണ്ട്. മാത്രമല്ല സിഗ്മ ബോണ്ടിന്റെ കേസിൽ ഈ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട്, അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയതുകൊണ്ട്, അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ്, അതിന്റെ തീവ്രത, അത് എത്രമാത്രം പരമാവധി ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അത് വളരെ അധികമായിരിക്കും. വളരെ നന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് പരമാവധിയുള്ള ഓവർലാപ്പിംഗ് ആണ് സിഗ്മ ബോണ്ടിലുള്ളത്. എന്നാൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് പരമാവധി ഉണ്ടാവില്ല, അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് കുറവായിരിക്കും. എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് ലെസ്സർ. അതുകൊണ്ട് തന്നെ സിഗ്മയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്ക് ആയിരിക്കും പൈ ബോണ്ട്. സിഗ്മ ഈസ് സ്ട്രോങ്, പൈ ബോണ്ട് ഈസ് വീക്ക്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മയും പൈയും കമ്പയർ ചെയ്യുമ്പോൾ സിഗ്മ ഈസ് സ്ട്രോങ് ആൻഡ് പൈ ഈസ് വീക്ക്. അപ്പോൾ ഇത്രയും വ്യത്യാസത്തിൽ നിങ്ങൾ രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. 18th ക്വസ്റ്റ്യൻ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നെയിം ദ ഗ്യാസ് ലോ ഷോൺ ബൈ ദ എബോവ് ഗ്രാഫ്. ആ ഗ്രാഫ് വെച്ചിട്ട് ഇത് ഏത് ഗ്യാസ് ലോ ആണ് എന്ന് പറയണം. ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ 1/v വോള്യം 1/v, വൈ ആക്സിസിൽ പ്രഷർ. ഇപ്പോൾ പ്രഷർ അഗൻസ്റ്റ് വോള്യം ഗ്രാഫാണിത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വ്യത്യസ്ത ടെമ്പറേച്ചേഴ്സിന്റെ വ്യത്യസ്ത ഗ്രാഫുകളാണ് T1, T2, T3 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അത് എന്താണ്, പിന്നെ ഐസോതേം ആണ് എന്ന് മനസ്സിലായി. പ്രഷർ എഗൻസ്റ്റ് 1/v ആണ്. പ്രഷർ എഗൻസ്റ്റ് 1/v എന്നുള്ളത് എന്താണ് ലോ? ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ ആണ്. പ്രഷർ എഗൻസ്റ്റ് 1/v. See, a pressure is inversely proportional to volume, or pressure is equal to a constant into 1/v. ഓക്കെ, അത് പി വി ഈസ് എ കോൺസ്റ്റന്റ് നമ്മൾ ഇക്വേഷനിൽ കാണുന്നത്. അപ്പോൾ ബോയിൽസ് ലോ. ഇനി അത് ഒരു പ്രോബ്ലം ആണ് അത് വെച്ചിട്ടുള്ളത്. എ വെസൽ ഓഫ് 120 milliliter capacity contains a certain amount of gas at 35 degrees Celsius and 1.2 bar pressure. The gas is transferred to another vessel of volume 180 milliliter at 35 degrees. What would be its pressure? അതിന്റെ പ്രഷർ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് കണ്ടീഷൻസ് എന്താണ്? ഒരു വെസൽ 120 milliliter കപ്പാസിറ്റി ഉണ്ട്, കണ്ടെയ്ൻസ് സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് 35 degrees Celsius, 35 degrees Celsius. ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്, അത് 35 ഡിഗ്രിയാണ്. പ്രഷർ തന്നിട്ട് 1.2 ബാർ പ്രഷർ. ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ. ഇതിനെ നമ്മൾ വേറൊരു വെസലിലേക്ക് മാറ്റി, അതിൻ്റെ വോള്യം 180 milliliter. അപ്പോൾ അത് നമുക്ക് പുതിയ വോള്യമായിട്ട് V2 എന്നെടുക്കാം. ആദ്യമുള്ളത് V1 എന്നെടുക്കാം. ടെമ്പറേച്ചറിൽ മാറ്റമില്ല, ടെമ്പറേച്ചർ 35 degrees Celsius തന്നെയാണ്. പ്രഷർ ആയിരിക്കും സ്വാഭാവികമായിട്ടും മാറിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷറും വോള്യവും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പ്രഷറും വോള്യവുമുള്ള റിലേഷൻ എടുത്താൽ മതി. അത് നമുക്കറിയാം. P1 V1 = P2 V2 = P3 V3 എന്നുള്ള ബോയിൽസ് ലോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ്? P1 നമ്മൾ നേരത്തെ കണ്ടു, V1 നേരത്തെ കണ്ടു, V2 നമുക്ക് തന്നിട്ടുണ്ട്, P2 കാണാനുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ P1 V1 എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? 1.2 × 120 ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ തന്നിട്ടുള്ളത് V2 മാത്രമാണ്, P2 തന്നില്ല. സോ P2 × 180. അപ്പോൾ നമുക്ക് P2 കാണാമല്ലോ. 1.2 × 120/180. ഇത് നമ്മൾ 0.8 ബാർ, ബാറിലാണ് പ്രഷർ ഇവിടെ തന്നില്ല, അതുകൊണ്ട് ബാറിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. 19th question, write the van der Waals equation for n mole of a gas. n mole of a gas. ഇതിന് പകരം 1 mole of a gas തരാം, 2 mole of a gas തരാം, n mole of a gas ആവാം. ഓക്കെ, അപ്പോൾ van der Waals ഇക്വേഷൻ ആണ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തെടുത്ത ഇക്വേഷനാണ്. നമുക്കറിയാം പി വി = nRT തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ പ്രഷറിലും വോള്യത്തിലും ചില കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് നമ്മുടെ നേരത്തെ കൈൻഡ് തിയറി എടുത്തപ്പോഴുള്ള ഫോൾട്ടി അസംഷൻസിനെ കറക്റ്റ് ചെയ്യാനുള്ളതാണ് നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയാണ്? പ്രഷർ P + n²a/v², n²a/v² ഇൻറ്റു V - ND. അപ്പോൾ ഇതിൽ പ്രഷർ ടേം ഉണ്ട്, വോള്യം ടേം ഉണ്ട്, nRT നേരത്തെ പറഞ്ഞ ടേം ഉണ്ട്. ഓക്കെ, എയും ബിയും വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് ആണ് ഇതിലുള്ളത്. പ്രഷർ എന്ന് പറയുന്നത് പ്രഷറിന്റെ, വോള്യം V എന്ന് പറയുന്നത് വോള്യം, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ അതുകൊണ്ടാണ് n മോൾ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ n എന്നുള്ളത് 1 ആയിരുന്നുവെങ്കിലോ? n എന്നുള്ളത് 1 ആയിരുന്നുവെങ്കിൽ P + n² എന്നുള്ളത് 1² അപ്പോൾ 1 ആണ്. അപ്പോൾ P + a/v² ഇൻറ്റു V - b. അവിടെ n 1 ആണല്ലോ, അപ്പോൾ 1 × b തന്നെ. അപ്പോൾ V - b = nRT. അവിടെ n 1 ആണ്, അപ്പോൾ 1 × RT, that is equal to RT. അപ്പോൾ P +
എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഇക്വൽ ടു ആർ ടി. 1 മോളായിട്ട് പറയുകയാണെങ്കിൽ, അല്ല n മോളായിട്ടാണെങ്കിൽ പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഇക്വൽ ടു എൻ ആർ ടി. ഇനി കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് എനി 4 പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ നമ്മളിവിടെ കുറേ പോസ്റ്റ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കുറേ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതിൽ 2 ഫോൾട്ടി അസംഷൻസ് നമ്മൾ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എവറി ഗ്യാസ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ആൻഡ് ദ ആക്ച്വൽ വോളിയം ഓഫ് ദ molecules is negligible compared to the total volume of the gas. വാതക തന്മാത്രകൾ കൊണ്ട്, ചെറിയ ചെറിയ കണങ്ങൾ, ആറ്റങ്ങളോ മോളിക്യൂൾസോ കൊണ്ടാണ് ഈ വാതകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വളരെയധികം എണ്ണം ഉണ്ടായിരിക്കും. അവയുടെ വോള്യം എന്ന് പറയുന്നത് ഈ പാത്രത്തിന്റെ വോള്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണ്, ഉപേക്ഷിക്കാവുന്ന അത്രയും ചെറുതാണ്. There is no force of attraction between these gas particles. ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇന്ററാക്ഷൻസും ഇല്ല. കൈനറ്റിക് തിയറിയാണ് പറയുന്നത്. Then particles of a gas are in constant and random motion, which is in straight line, and during this motion they collide with each other and also with the walls of the container. ഈ വാതക തന്മാത്രകൾ വെറുതെ ഇരിക്കുകയല്ല, അവ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചലനങ്ങളെല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. ആ ചലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവ പരസ്പരം കൂട്ടിയിരിക്കും. ചിലപ്പോൾ ഇതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാളിലും കൂട്ടിയിരിക്കും. The pressure of a gas is due to the collision of these gas particles on the walls of the container. ആ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഗ്യാസ് മോളിക്യൂൾസ് ഈ പാത്രവുമായി കൂട്ടിയിരിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ആൻഡ് ഓൾ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇവ എന്ത് തരം കൊളീഷൻസ് നടത്തിയാലും അതെല്ലാം ഇലാസ്റ്റിക് കൊളീഷൻസ്. എന്താ ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് പറയുന്നത്? ടോട്ടൽ എനർജി മാറുന്നില്ല. ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻസ് റിമൈൻ ദ സെയിം. അത് കൂട്ടിയിടിച്ചതിന് ശേഷവും കൂട്ടിയിടിക്കുന്നതിന് മുൻപും ഇവയുടെ മൊത്തം എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, മാറ്റമില്ല. At any particular time, different particles of a gas have different speeds and hence different kinetic energy. ഓരോ പാർട്ടിക്കിൾസിന്റെയും കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ അവയ്ക്കൊക്കെ വ്യത്യസ്ത സ്പീഡുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവയുടെ കൈനറ്റിക് എനർജിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. The kinetic energy of a gas molecule is directly proportional to the absolute temperature. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്, കെൽവിൻ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ്. ഇത്രയും പോയിന്റുകളാണ്, ഈ പോസ്റ്റ്ലേറ്റ്സ് ആണ് ഈ കൈനറ്റിക് തിയറിയിലുള്ളത്. ഇതിൽ ഏതെങ്കിലും 4 എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 20th question. Which among the following is an intensive property? ഈ തന്നിരിക്കുന്നതിൽ which among the following is an intensive property? 2 തരം പ്രോപ്പർട്ടീസ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ്. എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is independent of the amount of substance. Intensive independent. Extensive എന്ന് പറഞ്ഞാൽ it depends on the amount of substance, mass of the substance. ഇവിടെ അതിന്റെ എമൗണ്ട് എത്രയുണ്ട് എന്നുള്ളത് ബാധകമല്ല. അതാണ് ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ ഉള്ളത് എന്ന് ചോദിച്ചത്. So mass, already amount is there. Volume is there. Enthalpy is an energy term. എനർജിയിൽ മാസ് ഉണ്ടല്ലോ, നമുക്ക് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ അങ്ങനെ മനസ്സിൽ വന്നാൽ മതി, അതിൽ മാസ് ഉണ്ട്. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജിയുടെ ടേം തന്നെയാണ്. ടെമ്പറേച്ചറിൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ, നമ്മുടെ കയ്യിൽ ഒരു അയേൺ റോഡ് ഉണ്ട്, 1 മീറ്റർ അയേൺ റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളത് ചൂടാക്കി, നമ്മൾ ആ അയേൺ റോഡിനെ പകുതിയാക്കി. അപ്പോൾ പകുതിയാക്കിയാൽ പകുതി ടെമ്പറേച്ചർ അല്ലല്ലോ അതിനുണ്ടാവുക. അതിൻ്റെ ആദ്യത്തെ ടെമ്പറേച്ചർ, ഒരു ഗ്ലാസ് വെള്ളം, ആ വെള്ളത്തിൽ 100 ഡിഗ്രിയുള്ള വെള്ളമെന്ന് വിചാരിക്കുക. നമ്മളത് ആ അര ഗ്ലാസ് ആക്കി മാറ്റി, പകുതി വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആ അര ഗ്ലാസ് വെള്ളത്തിന് അതേ ടെമ്പറേച്ചറാണ് ഉണ്ടാവുക. അപ്പോൾ അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസസ് ലോ പ്രസ്താവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹെസസ് ലോ എന്ന് ചോദിച്ചാൽ, the total enthalpy change of a process is same whether it takes place in one step or more than one step. അതായത് ഒരു പ്രോസസ്സ് കുറേ സ്റ്റെപ്പുകളിലൂടെ നടക്കുന്ന പ്രോസസ്സായാലും ഒറ്റ സ്റ്റെപ്പിലൂടെ നടക്കുന്ന പ്രോസസ്സായാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം 3 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ΔH1, രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ΔH2, മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ΔH3. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നേരെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുന്ന, നേരെ ആ പ്രോഡക്റ്റിലേക്ക് പോകുന്ന റിയാക്ഷൻ ആണ് അതെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് A to B ഫസ്റ്റ് സ്റ്റെപ്പ്, B to C സെക്കൻഡ് സ്റ്റെപ്പ്, C to D തേർഡ് സ്റ്റെപ്പ്.
അപ്പോൾ ഡെൽറ്റ H1, ഡെൽറ്റ H2, ഡെൽറ്റ H3 മൂന്നെണ്ണം പറഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ള റിയാക്ഷനെ നമുക്ക് എ ഗീവ്സ് ഡി എന്ന് എഴുതാമെന്ന് വിചാരിക്കുക. നേരെ പ്രോഡക്റ്റിലേക്ക്, ഫൈനൽ പ്രോഡക്റ്റിലേക്ക്. അത് ഡെൽറ്റ എച്ച് ആണ് എങ്കിൽ ആ എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ 3 സ്റ്റെപ്പുകളുടെയും എൻതാൽപ്പികൾ കൂട്ടിയാൽ കിട്ടുന്നത് തന്നെയായിരിക്കും. സോ ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ പ്രോസസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. ഏത് വഴിയിലൂടെ ആ പ്രോസസ്സ് നടന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളതല്ല. ഏത് വഴിയിലൂടെ നടന്നാലും ഇതിന്റെ ടോട്ടൽ എൻതാൽപ്പി മാറുന്നില്ല. So the total enthalpy change of a process is same whether the reaction takes place in one step or more than one step. ഇതാണ് ഹെസസ് ലോ എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 എന്ന് നമ്മുടെ ഈ റിയാക്ഷൻ ഇങ്ങനെ എഴുതിയാൽ എഴുതാം. ഏത്? എ ഗീവ്സ് ബി ഡെൽറ്റ H1, ബി ഗീവ്സ് സി ഡെൽറ്റ H2, സി ഗീവ്സ് ഡി ഡെൽറ്റ H3. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. അടുത്ത ചോദ്യം, ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്നാൽ എന്ത്? അതിനെ ഡിഫൈൻ ചെയ്യാം. ലാറ്റിസ് എൻതാൽപ്പിയെ 2 രൂപത്തിൽ നമ്മൾ പറയുന്നു. ലാറ്റിസ് എൻതാൽപ്പി ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ഇൻ ടു ഗ്യാഷ്യസ് അയോൺസ്. 1 mole അയോണിക് കോമ്പൗണ്ട് ഗ്യാഷ്യസ് അയോണുകളാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ദി കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് അയോൺസ്. അത് കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് അയോൺസിൽ നിന്ന് നമ്മൾ 1 mole അയോണിക് കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയും നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി ആയിട്ട് പറയാവുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ അനുസരിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയണിക് സോളിഡ് ഈസ് ദി എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് എ സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇൻ ടു ഗ്യാഷ്യസ് കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസ്. 1 mole അയണിക് കോമ്പൗണ്ടിനെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ എത്ര ഊർജം, അവിടെ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് എത്രയുണ്ടോ അതിനെയാണ്, എൻതാൽപ്പി ചേഞ്ച് എത്രയുണ്ടോ അതിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി. സോ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് ആൻ അയണിക് കോമ്പൗണ്ട് ഇൻ ടു ഇറ്റ്സ് ഗ്യാഷ്യസ് അയോൺസ്. ഇപ്പോൾ സെക്കൻഡ് ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം കറസ്പോണ്ടിങ് അയോൺസ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന എൻതാൽപ്പി ചേഞ്ചിന്റെ സൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ റിവേഴ്സ് ആയിട്ടും പറയാം, പക്ഷേ സൈൻ മാറ്റി കൊടുക്കേണ്ടി വരും. ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റേ ഡെഫിനിഷൻ അത് മൈനസ് ആയിട്ട് വരും എന്ന് അർത്ഥം. ഡ്രോ ദ ബോൺ ഹേബർ സൈക്കിൾ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസ് എൻതാൽപ്പി ബോൺ ഹേബർ സൈക്കിൾ വെച്ചിട്ട് എങ്ങനെ ഡ്രോ ചെയ്യാം എന്നുള്ളതാണ്, വരയ്ക്കാം എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ബോൺ ഹേബർ സൈക്കിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഇത് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ബോൺ ആൻഡ് ഹേബർ who proposed this cycle. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ സോഡിയം സോളിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോഡിയം സോളിഡ് ആദ്യം നമ്മൾ അതിനെ സോഡിയം ഗ്യാസ് ആക്കി ബൈ സബ്ലിമേഷൻ. അപ്പോൾ അവിടെ എനർജി ഉണ്ട്, സബ്ലിമേഷൻ എനർജി. ഈ സോഡിയം ഗ്യാഷ്യസ് സോഡിയം ആറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? അയണൈസേഷൻ നടത്തി, Na+ ആക്കി. അപ്പോൾ അവിടെ അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, ഡെൽറ്റ HI. എല്ലാം സ്റ്റാൻഡേർഡ് അയണൈസേഷൻ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് എനർജി ചേഞ്ചസ് ആണ്. ഇനി നമ്മൾ ക്ലോറിലേക്ക് പോകുന്നു. ക്ലോറിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാഫ് ക്ലോറിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസോസിയേഷൻ എൻതാൽപ്പി അവിടെ ഉണ്ട്. Cl ഗ്യാസ് ആക്കി. ക്ലോറിൻ ആൾറെഡി ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ആ Cl2നെ നമ്മൾ Cl ആയിട്ട്, ക്ലോറിൻ ആറ്റമായിട്ട്, ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറ്റി. അപ്പോൾ അവിടെ ബോണ്ട് എൻതാൽപ്പി ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഹാഫ് ബോണ്ട് എൻതാൽപ്പി, ഒരു ഗ്യാഷ്യസ് ആറ്റമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഡിസോസിയേഷൻ ഓഫ് ക്ലോറിൻ ഉണ്ട്. അതിനെ ഹാഫ് ബോണ്ട് എൻതാൽപ്പി ആയിട്ട് പറയുന്നു. അതിനുശേഷം അതിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ ആക്കി മാറ്റണം. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണം. Cl- ആവുന്നതിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സോഡിയം പ്ലസ് അയോണുണ്ട്, Cl- അയോണുണ്ട്. ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് സോഡിയം ക്ലോറൈഡ് സോളിഡ് കിട്ടും. Na+ Cl- സോളിഡ്. അപ്പോൾ സോഡിയം അയോൺ ഒരു ഭാഗത്തും ക്ലോറൈഡ് അയോൺ വേറൊരു ഭാഗത്തും നിന്നിട്ട് കാര്യമില്ല. ഇത് ആ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വരണം. അതുകൊണ്ടാണ് അതിനെ ലാറ്റിസ് എൻതാൽപ്പി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ സോഡിയവും ക്ലോറിനും ഹാഫ് Cl2, Na+ ഹാഫ് Cl2. ഹാഫ് Cl2 പറഞ്ഞാൽ Cl എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ അത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിട്ട് പറയാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലിമെന്റ്സ്. അതാണല്ലോ Na+ ഹാഫ് Cl2 എന്ന് എഴുതിയാൽ കിട്ടുക. അത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ.
ഈ സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോൺ ഹേബർ സൈക്കിൾ. ഇതിലുള്ള ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 0 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ എന്നുള്ളത് വരയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd. ഓക്സിഡേഷൻ സ്റ്റേജ് ഓഫ് മാംഗനീസ് ഇൻ KMnO4. KMnO4ലെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ് ഒരു ന്യൂട്രൽ മോളിക്യൂളിന്റെ എന്ന് നമുക്കറിയാം. KMnO4 = 0 എന്ന് എഴുതാം. പൊട്ടാസ്യം അത് +1 ആണ്. ഓക്സിജൻ ഒരു ഓക്സിജൻ -2 ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതാം? 1 × +1 പൊട്ടാസ്യം +1 പ്ലസ് മാംഗനീസിനെ x എന്ന് എഴുതാം. സോ +x പ്ലസ് 4 × -2 ഒരു ഓക്സിജൻ -2 ആണ്. 4 ഓക്സിജൻ 4 × -2 = 0. അതിൽ നിന്ന് നമുക്ക് x കാണാം. x +7. റൈറ്റ്. Second part, identify the element undergoing disproportionation reaction in the following. Hydrogen peroxide decomposed to H2O and O2. ഇത് ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരു എലിമെന്റിന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും ഒരു റിയാക്ഷനിൽ കാണിക്കണം. അതിൽ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉയർന്നതും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴ്ന്നതുമായിരിക്കും. അതായത് ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും കാണണം എന്നർത്ഥം. അപ്പോൾ നമ്മൾ റിയാക്ഷൻ എഴുതുന്നു, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എഴുതുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ -1. പെറോക്സൈഡ്സിൽ ഓക്സിജൻ്റെ -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. H2Oയിൽ +1 ഓക്സിജൻ -2 ആണ്. O2 എന്ന് പറയുന്നത് എലിമെന്റൽ ഓക്സിജൻ ആയിട്ട് 0 ആയിട്ടാണ് ഓക്സിജൻ സ്റ്റേറ്റ് പറയുക. അപ്പോൾ നമ്മൾ നോക്കൂ, റിയാക്റ്റൻ്റ് ആയ ഹൈഡ്രജൻ പെറോക്സൈഡിൽ -1 ഓക്സിജൻ സ്റ്റേറ്റ്, പ്രോഡക്റ്റുകളിൽ H2Oയിൽ -2ഉം O2 എന്നുള്ളതിൽ 0യുമാണ്. അപ്പോൾ 3 ഓക്സിജൻ സ്റ്റേറ്റ് നമ്മളിവിടെ കണ്ടു. ഇനി നോക്കിയാൽ കാണും O2 എന്നുള്ളതിലുള്ള H2O2 എന്നുള്ളതിലുള്ള -1 ഓക്സിഡൻ സ്റ്റേറ്റ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി, അതേപോലെ തന്നെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ചെയ്യുകയും ഇൻക്രീസ് ചെയ്യുകയും ഒരേ സമയം നടന്നു. ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. സോ ദ എലിമെന്റ് അണ്ടർഗോയിങ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഈസ് ഓക്സിജൻ ഇൻ H2O2. Then 23rd, balance the following reaction by the half reaction method in acidic medium. അപ്പോൾ ഇത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ബാലൻസ് ചെയ്യാൻ. മീഡിയം അസിഡിക് ആണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത സ്റ്റെപ്പുകളിലൂടെ ഇതൊന്ന് കടന്നു പോവാം. ആദ്യം തന്നെ നമ്മൾ ഈ റിയാക്ഷൻ എഴുതുന്നു. ആ റിയാക്ഷൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അസൈൻ ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഫോർ ഈച്ച് ഓഫ് ദീസ് എലിമെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എലിമെൻസിനാണ് ഓക്സിഡേഷൻ നടന്നത്, ഏതൊക്കെ എലിമെൻസിനാണ് റിഡക്ഷൻ നടന്നത് എന്ന് മനസ്സിലാവും. ഇവിടെ അയേണിന് ഓക്സിഡേഷനും ക്രോമിയത്തിന് റിഡക്ഷനുമാണ് നടന്നത്. ഇവയെ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആയിട്ടും റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആയിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ Fe2+ gives Fe3+, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. Cr2O7 2- gives Cr3+, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. അതിനുശേഷം നമ്മൾ ഇവയെ ബാലൻസ് ചെയ്യുന്നു. ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ആറ്റങ്ങളെ ബാലൻസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓക്കെ. ഫസ്റ്റ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഈസ് ഓക്കെ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ 2 Cr എഴുതണം, കാരണം Cr2O7ൽ 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ Cr2O7 2- gives 2 Cr3+ എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യുക. ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് H2O ആഡ് ചെയ്യുക ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ, H+ ആഡ് ചെയ്യുക ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ. H+ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം ഇത് അസിഡിക് മീഡിയത്തിലാണ് നടക്കുന്നത്. സോ Fe2+ gives Fe3+. അവിടെ നമുക്ക് ഈ 2 പ്രോബ്ലം വരുന്നില്ല, ഹൈഡ്രജൻ ഓക്സിജൻ വരുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ അതേപടി എഴുതുന്നു. റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ Cr2O7 2- ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ H2O എന്ന് എഴുതി. ഇനി നമ്മൾ H2Oയിലുള്ള ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ റിയാക്ടൻ സൈഡിൽ H+ എന്ന് എഴുതി. ഇതിലുള്ള ആറ്റങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 7H2O എന്ന് എഴുതുന്നു. 7 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ 14 H+ എഴുതിയാലേ നമുക്ക് 14 ഹൈഡ്രജൻ ആറ്റംസ് പ്രോഡക്റ്റ് സൈഡിൽ കിട്ടുള്ളൂ. അങ്ങനെ 14H+ എന്ന് എഴുതും റിയാക്ടൻ സൈഡിൽ, പ്രോഡക്റ്റ് സൈഡിൽ 7H2O എന്ന് എഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ബാലൻസ് ചെയ്യണം. ചാർജ് ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ Fe2+ gives Fe3+. ഒരു സൈഡിൽ 2 പോസിറ്റീവ് ചാർജ്, മറ്റേ സൈഡിൽ 3 പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പോസിറ്റീവ് ചാർജിൻ്റെ ഒപ്പം നമ്മൾ ഒരു ഇലക്ട്രോൺ എഴുതുന്നു. സോ നൗ ഇറ്റ് ഈസ് ബാലൻസ്ഡ്, ചാർജ് ഈസ് ബാലൻസ്ഡ് ഓൺ ബോത്ത് സൈഡ്സ്. റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് എഴുതേണ്ടി വരും.
ചാർജ് ബാലൻസ് ചെയ്യാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഈ രണ്ട് റിയാക്ഷനും കൂടി ആഡ് ചെയ്യണം. നൗ ആഡ് ദ 2 ഹാഫ് റിയാക്ഷൻസ് ആഫ്റ്റർ ഇക്വേറ്റിംഗ് ദ ഇലക്ട്രോൺ. ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് സൈഡിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ, റിഡക്ഷൻ ഹാഫ് സൈഡിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് സൈഡിൽ 1 ഇലക്ട്രോൺ നമ്മൾ എന്താക്കണം, 6 ഇലക്ട്രോൺ ആക്കണം. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ ഹാഫിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഈ രണ്ട് റിയാക്ഷൻസും ആഡ് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബാലൻസ് ചെയ്ത് വരും. സോ ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ 6 Fe2 പ്ലസ് ഗീവ് 6 Fe3 പ്ലസ് 6 ഇലക്ട്രോൺ എന്ന് എഴുതിയതിന് ശേഷം Cr2O7 2 പ്ലസ് 14H പ്ലസ് 6 ഇലക്ട്രോൺ ഗീവ്സ് 2 Cr3 പ്ലസ് 7H2 ആയിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടും. അതിൽ രണ്ട് റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഒരേപോലെ വരുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫൈനൽ ഇക്വേഷൻ ഈസ് 6 Fe2 പ്ലസ് Cr2O7 2 പ്ലസ് 14H പ്ലസ് gives 6 Fe3 പ്ലസ് 2 Cr3 പ്ലസ് 7H2O. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണവും ചാർജും എല്ലാം സെയിം ആണോ എന്ന് ഈ ഇക്വേഷനിൽ ബാലൻസ്ഡ് ഓവറോൾ ഇക്വേഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യും. ഇങ്ങനെയാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ ഒരു ഇക്വേഷൻ ബാലൻസ്, അയണിക് ഇക്വേഷൻ ബാലൻസ് ചെയ്യും. 24. Write the name of one salt responsible for the permanent hardness of water. പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ഏതൊക്കെയാണ്? കാൽസ്യം, മാഗ്നീഷ്യം, അയോൺസ്. നിർബന്ധമായിട്ടും ഐദർ കാൽസ്യം അയോൺ ഓർ മാഗ്നീഷ്യം അയോൺ ഓർ ബോത്ത് ഓഫ് ക്ലോറൈഡ്സ് ഓർ സൾഫേറ്റ്സ്. ക്ലോറൈഡ്സ് ഓർ സൾഫേറ്റ്സ്. അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് ആവാം, കാൽസ്യം സൾഫേറ്റ് ആവാം, മാഗ്നീഷ്യം ക്ലോറൈഡ് ആവാം, മാഗ്നീഷ്യം സൾഫേറ്റ് ആവാം. ദീസ് ആർ ഫോർ പെർമനന്റ് ഹാർഡ്നെസ്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെയും നിങ്ങൾ ഇതിൻ്റെ ഒപ്പം പഠിക്കാം. Then explain any one method used for the removal of permanent hardness of water. പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. വി ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഓക്കെ, വാഷിംഗ് സോഡ ഉപയോഗിച്ചുള്ള മെത്തേഡ് ഉണ്ട്, കാൽഗോൺ മെത്തേഡ് ഉണ്ട്, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഉണ്ട്, സിന്തറ്റിക് റെസിൻ മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ മെത്തേഡും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. വാഷിംഗ് സോഡ ഉപയോഗിച്ചുള്ള ഒരു മെത്തേഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ്. വാഷിംഗ് സോഡ റിയാക്ട് വിത്ത് കാൽസ്യം ഓർ മാഗ്നീഷ്യം ക്ലോറൈഡ്സ് ഓർ സൾഫേറ്റ്സ് ഇൻ ഹാർഡ് വാട്ടർ ടു ഫോം ഇൻസോളബിൾ കാർബണേറ്റ്സ്. അപ്പോൾ വാഷിംഗ് സോഡ എന്ന് പറയുന്ന സോഡിയം കാർബണേറ്റ് കാൽസ്യം ക്ലോറൈഡോ കാൽസ്യം സൾഫേറ്റോ മാഗ്നീഷ്യം ക്ലോറൈഡോ മാഗ്നീഷ്യം സൾഫേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതാത് മെറ്റൽ കാർബണേറ്റ്സ് ആയിട്ട് മാറും. ഈ മെറ്റൽ കാർബണേറ്റ്സ് ഇൻസോളബിൾ ആയതുകൊണ്ട് നമുക്ക് അവയെ സെപ്പറേറ്റ് ചെയ്യാം. ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു സെപ്പറേറ്റ് പെർമനന്റ് ഹാർഡ്നെസ്. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ്. ഹൈഡ്രേറ്റ്സ് നമ്മൾ 3 തരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സലൈൻ ഹൈഡ്രേറ്റ്സ് ആർ ദർ, കൊവാലൻ ഹൈഡ്രേറ്റ്സ് ആർ ദർ, മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് ആർ ദർ. ഇങ്ങനെ വ്യത്യസ്ത ഹൈഡ്രേറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കൊവാലൻ ഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത്, കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള. അത് സ്വാഭാവികമായിട്ടും 14th ഗ്രൂപ്പിന് ശേഷമുള്ള എലമെൻസിൻ്റെ ഹൈഡ്രേറ്റ്സ് ആയിരിക്കും. 14th ഗ്രൂപ്പിന് ശേഷമുള്ളത്. അപ്പോൾ ഓക്സിജൻ ആവാം, നൈട്രജൻ ആവാം, ഓക്സിജൻ ആവാം, ഹാലജൻസ് ആവാം. ആ ഗ്രൂപ്പുകളിലുള്ള ഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ട് പറയുക. H2O, NH3. ഇതിലൊക്കെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളത് നമ്മൾ നേരത്തെ പല എക്സാമ്പിളുകളിലും കണ്ടതാണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. Then explain with a suitable chemical equation why hydrogen peroxide is stored in wax-lined glass or plastic vessel in dark. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് വാക്സ് ലൈൻഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിൽ സൂക്ഷിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർഡ് ഇൻ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസ്. ഹൈഡ്രജൻ പെറോക്സൈഡ് സാധാരണഗതിയിൽ ഡാർക്ക് ആയിട്ടുള്ള ഗ്ലാസ് വെസൽസിലാണ് സൂക്ഷിക്കുക, വാക്സ് ലൈൻഡ് ഗ്ലാസ് വെസൽസിലാണ് സൂക്ഷിക്കുക. അതിന് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് ഡികമ്പോസസ് ഓൺ എക്സ്പോഷർ ടു ലൈറ്റ്. ലൈറ്റിൽ അത് ഡികമ്പോസ് ചെയ്യും. മാത്രമല്ല മെറ്റൽ സർഫസിലും ഡികമ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മെറ്റൽ പാത്രങ്ങളിലും ഇത് സൂക്ഷിക്കാറില്ല. മനസ്സിലായില്ലേ? അല്ല, ഗ്ലാസ് വെസൽസിലാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് വെസൽസിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എങ്കിൽ ട്രേസസ് ഓഫ് ആൽക്കലി പ്രസന്റ് ഇൻ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ക്യാൻ ആൾസോ ഡികമ്പോസ് ദീസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള വെസൽസിൽ, വാക്സ് ലൈൻ ചെയ്ത ഗ്ലാസ് വെസൽസിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെസൽസിൽ സൂക്ഷിക്കുന്നു. സോ ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസസ്
or traces of alkali that present on the surface of the glass, etc., can, or the presence of sunlight, can decompose hydrogen peroxide to H2O and O2. So in order to avoid this, we are keeping hydrogen peroxide in wax-lined glass or plastic vessels in dark. 26. Name the process used for the industrial preparation of sodium carbonate. Sodium carbonate in the industrial preparation ഉള്ള ഒരു പ്രോസസ്സ്. പ്രോസസ്സിൻ്റെ പേരാണ് സോൾവേ പ്രോസസ്. ഇതിനൊപ്പം നമ്മൾ എക്സാമിനേഷൻ പഠിക്കുമ്പോൾ വൈ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ് എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കണം. ആ പ്രോസസ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ മാച്ച് ദ ഫോളോയിങ്. വാഷിംഗ് സോഡ, കോസ്റ്റിക് സോഡ, ബേക്കിംഗ് സോഡ, സ്ലേക്കട്ട് ലൈം, ഇത്രയും സംഭവങ്ങൾ എ പോർഷനിൽ തന്നിട്ടുണ്ട്. ബി പോർഷനിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, സോഡിയം കാർബണേറ്റ് ആൻഡ് NaOH, ഇതെല്ലാം വേറെ വേറെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇവ തമ്മിൽ മാച്ച് ചെയ്യണം. എ ആൻഡ് ബി പോർഷൻസ് മാച്ച് ചെയ്യണം. നമുക്കറിയാം വാഷിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. ഡെക്കഹൈഡ്രേറ്റ് ആയതുകൊണ്ടാണ് Na2CO3 10H2 എന്ന് എഴുതിയിട്ടുള്ളത്. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡ എന്നെല്ലാം വരുന്നതിൽ സോഡിയം ഉണ്ടാവും എന്ന് ഓർക്കുക. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈ കാർബണേറ്റ്. ബൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ടാകുന്നത് NaHCO3, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സ്ലേക്കട്ട് ലൈം, ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഉണ്ടായിരിക്കും. അപ്പോൾ സംശയത്തിന് ഇടവരരുത്, കാൽസ്യം ഉണ്ടായിരിക്കും. സ്ലേക്കട്ട് ലൈം, ദാറ്റ് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ക്വിക്ക് ലൈമാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. ദെൻ വാട്ട് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കെമിക്കലി? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ് ആണ്. ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്, CaSO4 half H2 എന്ന് എഴുതാം, അല്ലെങ്കിൽ CaSO4 twice H2 എന്ന് എഴുതാം. രണ്ടായാലും അത് ഹെമി ഹൈഡ്രേറ്റ് എന്നാ പറയുക. ഇത് ജിപ്സം ഹീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി. ഓൺ പാസിംഗ് എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദ മിൽക്കി കളർ ഡിസപ്പിയേഴ്സ് ഡ്യൂ ദ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ഇൻ ദിസ്. അതായത് കാർബൺ ഡയോക്സൈഡ് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് കണ്ടെയ്ൻ സർട്ടൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൾസോ. ഇതിലൂടെ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ആദ്യം അതൊരു മിൽക്കി കളറാവും. അപ്പോൾ ആദ്യം നമുക്കൊരു ഇൻസോൾബിൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ തുടർന്നും കാർബൺ ഡയോക്സൈഡ് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ ഇല്ലാതെയാവുക ചെയ്യാം. ഇറ്റ് ഡിസപ്പിയേഴ്സ്. വൈ? അതാണ് ചോദ്യം. സോ വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻസോളബിൾ കാൽസ്യം കാർബണേറ്റ്. അതാണ് ഇൻസോളബിൾ ഒരു മിൽക്കി കളർ ഫോം ചെയ്യാനുള്ള കാരണം, ഇൻസോളബിൾ ആയതുകൊണ്ട്. പക്ഷേ വീണ്ടും കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്താൽ ഈ കാൽസ്യം കാർബണേറ്റ് കൂടുതൽ കാർബൺ ഡയോക്സൈഡുമായിട്ട് വാട്ടറിൻ്റെ പ്രസൻസിൽ കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, കാൽസ്യം ബൈ കാർബണേറ്റ് ആയിട്ട് മാറും. കാൽസ്യം ബൈ കാർബണേറ്റ് ഈസ് സോളബിൾ. കാൽസ്യം കാർബണേറ്റ് ഈസ് ഇൻസോളബിൾ, whereas കാൽസ്യം ബൈ കാർബണേറ്റ് ഈസ് soluble. So that particular milky color disappears. That is the reason. Next question, 28. Explain the principle involved in the following methods of purification. രണ്ട് മെത്തേഡ്സ് തന്നിട്ടുണ്ട്, ഡിസ്ലേഷൻ, ക്രിസ്റ്റലൈസേഷൻ. ഇവ എന്താണ് എന്ന് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ. ഡിസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ചെയ്ത് ഇവാപ്പറേറ്റ് ചെയ്ത് കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നതിനാണ് ഡിസ്ലേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് എ മെത്തേഡ് where liquids having different boiling points vaporize at different temperatures. വ്യത്യസ്ത ബോയിലിംഗ് പോയിന്റുകളുള്ള ലിക്വിഡ്സിനെ വേപ്പറൈസ് ചെയ്തിട്ട് then the vapors cool and condense. The liquids so formed are collected separately. അപ്പോൾ നമ്മൾ വ്യത്യസ്ത ബോയിലിംഗ് പോയിന്റ്സ് ഉള്ള ലിക്വിഡ്സിനെ ഹീറ്റ് ചെയ്ത് വേപ്പറാക്കി അവയെ കണ്ടൻസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിസ്ലേഷൻ എന്ന് പറയുക. then what is crystallization? Crystallization എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. It is based on the difference in the solubilities of compound and the impurities in a suitable solvent. ഒരു പ്രത്യേക സോൾവെന്റിൽ ഒരു പ്രത്യേക കോമ്പൗണ്ടും അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റിയുടെയും സോളിബിലിറ്റിയിലുള്ള വ്യത്യാസം ഉപയോഗിച്ചിട്ട് ക്രിസ്റ്റലൈസ് ചെയ്ത് മാറ്റുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ഡിഫറൻസ് ഇൻ ദി സോളബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ്. നെക്സ്റ്റ് ഈസ് തേർഡ് പോർഷൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 marks, 4 മാർക്ക് വീതം. Atomic orbitals are precisely distinguished by quantum numbers. Atomic orbitals നമ്മൾ quantum numbers വെച്ചിട്ട് കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. Explain any 2 quantum numbers used to designate atomic orbitals. 2 വിശദീകരിക്കാനാണ് പറയുന്നത്. നമുക്ക്
വ്യത്യസ്ത ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് അറിയാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ഇങ്ങനെ 4 വിധത്തിൽ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഏതെങ്കിലും 2 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് n എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. ഇത് അതിൻ്റെ എനർജി അല്ലെങ്കിൽ സൈസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആംഗുലാർ മൊമെന്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ഷേപ്പ് പറയുന്നതാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ദാറ്റ് ഈസ് ദ ഓറിയന്റേഷൻ ഓഫ് ദീസ് ഓർബിറ്റൽസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് സ്പിൻ ചെയ്യുന്നത്, ഐദർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി 4 ക്വാണ്ടം നമ്പേഴ്സും പഠിച്ചിരിക്കണം, എന്നാലേ നമുക്ക് ഏതെങ്കിലും 2 എഴുതാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇനി അതിൻ്റെ സെക്കൻഡ് പോർഷൻ ആയിട്ട് പറയുന്നത് n ആൻഡ് l വാല്യൂസ് ഓഫ് 2p ആൻഡ് 4s ഓർബിറ്റൽസ്. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, l എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഇത് രണ്ടും 2p 4s ഓർബിറ്റൽസിൽ നിന്ന് എങ്ങനെ ഈ 2 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ദ വാല്യൂസ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. n, l, ml, s, ഇങ്ങനെയാണ് നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ പറഞ്ഞുള്ളത്. ഓക്കെ, അപ്പോൾ 2p ക്വാണ്ടം നമ്പറിൽ നമുക്ക് n എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ആദ്യം എഴുതിയത് അത് 2 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിന് നമുക്ക് സാധാരണ 0, 1, 2, 3 ഇങ്ങനത്തെ വാല്യൂസ് ആണ് കൊടുക്കാറുള്ളത്. 0 എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലാണ്, 1 എന്ന് പറയുന്നത് പി സബ്ഷെല്ലാണ്, 2 എന്ന് പറയുന്നത് ഡി സബ്ഷെല്ലാണ്. ഇങ്ങനെയാണ് പോവുക. SPDF എന്ന് പറയുന്ന വാല്യൂസ് 0, 1, 2, 3 ഇങ്ങനെയാണ് പറഞ്ഞു പോവുക. അപ്പോൾ ഇവിടെ ഏതാണ് പി എന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, n = 2. പി എന്ന് പറയുന്നത് l = 1 ആണ്. l = 1 ആണ്. അപ്പോൾ അത് രണ്ടുമായി. ഇനി 4sന് ഞാനിത് മൊത്തം എഴുതി കാണിച്ചിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊത്തമായിട്ടാണ് ഇവിടെ ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് 4sലാണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു n = 4 ആണ് 4sൻ്റെ 4 എന്നുള്ളതിൻ്റെ മീനിങ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4. എസ് എന്നുള്ളതിന് എന്താണ്? l = 0 ആണ്. 0 ആണ് എസ് ഓർബിറ്റലായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സബ്ഷെല്ലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. 30th question. Give any 2 postulates of Bohr model of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മോഡൽ, അതിൽ 2 പോസ്റ്റ്ലേറ്റ്സ്. അപ്പോൾ ബോർ ആറ്റം മോഡൽ നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചിരിക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്നുള്ള ഒഴിവാക്കി നമ്മൾ പൊതുവായിട്ട് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓഫ് ഫിക്സ്ഡ് റേഡിയസ് ആൻഡ് എനർജി. ഒരു പ്രത്യേക റേഡിയസിലും ഊർജ്ജത്തിലും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവയെ നമുക്ക് ഓർബിറ്റ് എന്ന് വിളിക്കാം, സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം, അലൗഡ് എനർജി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം. ഇവയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ KLMN എന്ന ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് 1, 2, 3 എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവയുടെ ഊർജ്ജം എന്ന് പറയുന്നത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സമയം മാറുന്നതിനനുസരിച്ച് ഊർജ്ജം മാറുന്നില്ല, ഊർജ്ജം കോൺസ്റ്റന്റ് ആണ്. However, when an electron absorbs energy, it will move away from the nucleus. ഏതെങ്കിലും ഒരു സമയത്ത് അത് ആ ഇലക്ട്രോൺ ഊർജം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഉയർന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സിലേക്ക് പോകും, മൂവ് അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ഊർജം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് താഴ്ന്ന ഊർജ്ജ നിലയിലേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയസിനടുത്തേക്ക് വരും. Then the frequency of radiation absorbed or emitted, ഇങ്ങനെ ഊർജം പുറത്തുവിടുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഫ്രീക്വൻസി, അത് ആ 2 ഊർജ നിലകളും തമ്മിലുള്ള ഊർജ വ്യത്യാസത്തിന് അനുപാതമായിട്ടായിരിക്കും. ഡെൽറ്റ ഇ, ന്യൂ ഈസ് ദ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു E2 - E1. E2 and E1 are the energy levels of different energy states. E1 is lower, E2 is higher. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, ഈ ഓർബിറ്റുകളുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. h ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, h/2π. അപ്പോൾ h എന്നുള്ളതിന് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതുകൊണ്ട് nh/2π എന്ന് നമ്മൾ എഴുതണം. n ഈസ് ദി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇതാണ് 30th ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അതിലെ സെക്കൻഡ് പാർട്ട് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനാണ്. സ്റ്റേറ്റ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ മൂവിംഗ് സബാറ്റോമിക് പാർട്ടിക്കിൾ ഓർ മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ
കൃത്യമായ സ്ഥാനവും വെലോസിറ്റിയും ഒരേ സമയം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിൽ എന്തുണ്ട്? മൊമെൻറ്റം എന്ന് പറയുന്നത് പി, മൊമെൻറ്റം എന്നെടുത്താൽ പി ഇസിക്കൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അവിടെ മാസ് മാറാനില്ല, കാരണം ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് വാരി ചെയ്യില്ല. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് ഏതിലാണ്? വെലോസിറ്റിയിലാണ്. മനസ്സിലായില്ല? അപ്പോൾ ഡെൽറ്റ പി എന്നുള്ളതിലെ ഡെൽറ്റ വെലോസിറ്റിയുടെ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാം. സോ ഡെൽറ്റ പി ഇസിക്കൽ ടു എം ഡെൽറ്റ വി എന്ന് എഴുതിയാലും മതി എന്നർത്ഥം. ഓക്കെ, 31st ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ? എന്താണ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് half of the difference between the number of electrons in bonding and anti-bonding orbitals. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റൽസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് തന്നെ പറയണം. 1/2 ഇൻറ്റു എൻ ബി മൈനസ് എൻ എ ഓർ എൻ ബി മൈനസ് എൻ എ ബൈ 2 എന്ന് എഴുതിയാലും മതി ബോണ്ട് ഓർഡർ. ഓക്കെ, ഇത് ബോണ്ട് ഓർഡർ അതിൻ്റെ നമ്പർ ഓഫ് ബോൺസിന് തുല്യമായിട്ടാണ് നമ്മൾ സാധാരണ പറയാറ്. ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ബോൺസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ബോണ്ട് ഓർഡർ എന്ന് പറയാം. ദ നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ. ഇതിൽ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് യൂസിങ് മോളിക്കുലാർ ഡയഗ്രം എക്സ്പ്ലെയിൻ ദ പാരാമാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂളിൻ്റെ പാരാമാഗ്നറ്റിക് നേച്ചർ ഡയഗ്രം ഉപയോഗിച്ചിട്ട്, മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ഡയഗ്രം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ എഴുതാം. കോൺഫിഗറേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. രണ്ടായാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓക്സിജൻ മോളിക്യൂളിൻ്റെ O2, ഓക്സിജൻ മോളിക്യൂൾ O2. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നു ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് ക്രമത്തിലാണ് നമ്മൾ പറയുന്നത്. ലോവർ ടു ഹയർ എനർജി സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇനി നമ്മൾ എഴുതുന്നിടത്തൊരു ചെറിയ പ്രത്യേകത ഉണ്ടാവും. ഇത് പൈ ആണോ സിഗ്മയാണോ എഴുതേണ്ടത് എന്നുള്ളത്. നൈട്രജന് ശേഷമുള്ള എലിമെൻസിന് അവയുടെ മോളിക്യൂൾ എഴുതുമ്പോൾ നമ്മൾ സിഗ്മ ആദ്യം എഴുതണം. നൈട്രജന് മുൻപുള്ളതാണ് എങ്കിൽ നമ്മൾ ആദ്യം പൈ എഴുതണം. അപ്പോൾ ഇവിടെ നൈട്രജന് ശേഷമാണ് ഓക്സിജൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 കഴിഞ്ഞിട്ട് സിഗ്മ 2pz2, സിഗ്മ 2pz സിഗ്മയാണ് എഴുതിയത്. ദെൻ പൈ 2px2, പൈ 2py2, then pi star 2px1, pi star 2py1. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ട് നമ്മൾ ഈ ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡയഗ്രം നിങ്ങൾക്ക് നോക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൈ സ്റ്റാർ 2px1, പൈ സ്റ്റാർ 2py1. അതുകൊണ്ട് തന്നെ ലോൺ പെയർ ഇലക്ട്രോൺ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. സോ ഓക്സിജൻ മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് ബിക്കോസ് this having 2 unpaired electrons. Then 32nd, geometry of BeCl2 molecule is beryllium chloride molecule geometry. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ടെട്രഹെഡ്രൽ, ലീനിയർ, ട്രൈഗണൽ ബൈപിരമിഡൽ, ഒക്ടഹെഡ്രൽ. BeCl2, BeCl2ന് അത് ലീനിയർ ആണ്. സെൻട്രൽ ആറ്റം ബെറിലിയം ആണ്. രണ്ട് സൈഡിലേക്കും ഓരോ ക്ലോറിൻ ബോണ്ടുകൾ. സോ ഇറ്റ് ഈസ് എ ലീനിയർ മോളിക്യൂൾ. Then in second portion, explain sp2 hybridization using BF3. BF3 എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് sp2 hybridization എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? sp2 hybridization എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു s ഓർബിറ്റിലും 2 p ഓർബിറ്റിലുമാണ് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ sp2 3 ഓർബിറ്റൽസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ബോണ്ട് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത സെൻട്രൽ ആറ്റത്തിന് ചുറ്റും. sp2 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണുള്ളത്, 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. സോ ഇറ്റ് ഈസ് the intermixing of s1s and 2p orbitals form 3 new hybrid orbitals having equal energy and shape. അതാണ് നമ്മൾ BF3 വെച്ചിട്ട് വരച്ചിട്ടുള്ളത്. sp2 ഹൈബ്രിഡൈസേഷനിലുള്ള 3 sp2 hybrid orbitals overlap with the 2p orbitals of fluorine, 3 fluorine atoms to form 3 BF, BF, BF sigma bonds. These are all sigma bonds. Shape trigonal planar ആണ്. ട്രയാങ്കുലാർ ഷേപ്പിൽ വരയ്ക്കാം. ബോണ്ട് ആംഗിൾ 120 ആയിട്ടാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. ദെൻ 33, കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ എ സാമ്പിൾ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3.8 × 10⁻³ മോളാർ. വാട്ട് ഈസ് ഇറ്റ്സ് pH? 3.8 × 10⁻³ മോളാറുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക്, സോഫ്റ്റ് എനി ടൈപ്പ് ഓഫ് ലിക്വിഡ് നമുക്ക് എന്തെടുത്താലും കുഴപ്പമില്ല, അതിൻ്റെ കോൺസെൻട്രേഷൻ 3.8 × 10⁻³ ആണ്. pH കാണണം. അപ്പോൾ pH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്.
നെഗറ്റീവ് ലോഗരിതം ടു ദ ബേസ് 10 ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനെയാണ് നമ്മൾ പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സിംപിളി നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് മൈനസ് ലോഗ് 3.8 × 10⁻³ ഇതിൻ്റെ പി എച്ച് 2.42 എന്ന് കിട്ടും. 2.42. ഓക്കെ, പി എച്ച് 2.42 അസിഡിക് ആണ്. What are conjugate acid and base pairs? Conjugate acid base pairs എന്താണെന്ന്? The acid base pair that differ only one proton hydrogen ion is called conjugate acid base pair. ഒരു acid base pair ഒരു H+ അയോൺ കൊണ്ട് വ്യത്യാസപ്പെടുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ conjugate acid base pair എന്ന് പറയുന്നത്. Write the conjugate base for the following bronzed acids H2CO3 HF. ഇവയുടെ കോഞ്ചുഗേറ്റ് ബേസ് പെയർസ് എഴുതാനാണ് പറഞ്ഞത്. H2CO3യുടെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് HCO3- ആണ്. കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് HF ഈസ് F-. ഈ കാരണം ഇവ തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസമാണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. HCO3- ഉം H2CO3 തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസം, F- ഉം HF തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസം. That is why they are conjugate acid base pairs. Then 34. Define buffer solutions. ബഫർ സൊല്യൂഷൻസ് എന്താണ് എന്ന് പറയുക, ഡിഫൈൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ, അസിഡിക് ബഫറിന് ഒരു എക്സാമ്പിൾ. സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ ഡയല്യൂഷൻ ഓർ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി. pH ചേഞ്ച് ചെയ്യാൻ മടിക്കുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന ചെറിയ എമൗണ്ട് ആസിഡ്സോ ആൽക്കലിയോ ആഡ് ചെയ്താൽ pH റെസിസ്റ്റ് ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുക. സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH ഓൺ ദി അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്സ് ഓർ ബേസസ് ആർ കോൾഡ് ബഫർ സൊല്യൂഷൻസ്. ഉദാഹരണം, മിക്സ്ചർ ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് സോഡിയം അസിറ്റേറ്റ്. ഒരു വീക്ക് ആസിഡും അതിൻ്റെ സോൾട്ടും, അല്ലെങ്കിൽ ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും. ഇതാണ് സാധാരണ നമ്മൾ ബഫറായിട്ട് പറയുക. അസിഡിക് ബഫർ ആണെങ്കിൽ വീക്ക് ആസിഡും അതിൻ്റെ സോൾട്ടും. Then classify the aqueous solution of the following salts into acidic, basic and neutral. കുറച്ച് സോൾട്ടുകൾ തന്നിട്ടുണ്ട്. ഇത് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് പറയാം. അപ്പോൾ ആ പോർഷൻ നമ്മൾ പഠിക്കണം. NaCl ന്യൂട്രൽ ആണ്, NaCN ബേസിക് ആണ്, NH4NO3 അസിഡിക് ആണ്, CH3CONA ബേസിക് ആണ്. ഇത് വാട്ടറുമായിട്ട് ചേർന്ന് അയണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ നേച്ചറിനനുസരിച്ചാണ് നമുക്കറിയാം. അതൊന്ന് പഠിക്കാം. 35. തെർമോഡൈനാമിക്കലി ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ ഈസ്. കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. തെർമോഡൈനാമിക്കലി ഇറ്റ് ഈസ് സ്റ്റേബിൾ. തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ വൺ ഈസ് ഗ്രാഫൈറ്റ് ദാൻ ഡയമണ്ട്. ഓക്കെ. ദെൻ പ്രൊഡ്യൂസർ ഗ്യാസ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ there is a mixture, it is known as water gas. ഇവിടെ ചോദിച്ചുള്ളത് പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്, that is carbon monoxide and nitrogen. Then what are silicones? Silicones എന്നാൽ എന്ത്? Silicones ആണ് ഇനോർഗാനിക് പോളിമേഴ്സ് ആണ്. Silicones are organosilicon polymers with R2SiO unit. R2SiO unit. ഇതിന്റെ n ടൈംസ് ആണ് ഈ പോളിമർ. R2SiO n ടൈംസ്. This is the repeating unit, R2SiO. They are used as sealant, greases, electrical insulators for waterproofing of fabrics and surgical and cosmetic plants. അതാ ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ്. ഓക്കെ, അപ്ലിക്കേഷൻസ്. ദെൻ 36. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഡൈബറൈൻ. ഡൈബറൈൻ എന്ന് പറഞ്ഞാൽ B2H6 ആണ്. B2H6. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ബോറോണും 4 ഹൈഡ്രജനും ഒരു പ്ലെയിനിൽ, ഇൻ എ പ്ലെയിൻ. ബാക്കിയുള്ള 2 ഹൈഡ്രജൻ ബ്രിഡ്ജസ് ആയിട്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ 4 ഹൈഡ്രജനും 2 ബോറോണും ഒരു പ്ലെയിനിലും, 2 ഹൈഡ്രജൻ 2 ബോറോണുകളുടെയും ഇടയ്ക്ക് BHB ബോണ്ടായിട്ട്, ബോറോൺ ഹൈഡ്രജൻ ബോറോൺ ബോണ്ട്സ് ആയിട്ട് ഔട്ട് ഓഫ് ദ പ്ലെയിനിലുമാണ് ഈ സ്ട്രക്ചർ വരുന്നത്. ഇതിൽ 4 ഹൈഡ്രജൻ ബോറോണുമായിട്ട് BH ബോണ്ടുകളാണുള്ളത്. അങ്ങനെ 4 BH ബോണ്ടുകളാണ് കാണുക. ഇത്തരം ബോണ്ടുകൾ നമ്മൾ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് പറയുക. ഇനി ഇതിൽ കാണുന്ന വേറെ ടൈപ്പ് ബോണ്ടാണ് BHB. ഇതിൽ ഡയറക്റ്റ് BB ബോണ്ട് ഇല്ല, ബോറോൺ ബോണ്ട് ഇല്ല, മറിച്ച് ത്രൂ ഹൈഡ്രജനേ ഉള്ളൂ. അത് BHB ബോണ്ടുകളാണ്. 2 BHB ബോണ്ടുകളാണുള്ളത്. ഇതിനെ നമ്മൾ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബനാന ബോണ്ട്സ് എന്ന് വിളിക്കും. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബനാന ബോണ്ട്സ്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ദെൻ CCl4 cannot be hydrolyzed, but SiCl4 can be. Why?
അതിന് കാരണം കാർബൺ ടെട്രാക്ലോറൈഡിലുള്ള കാർബണിൽ ഡി ഓർബിറ്റൽസ് ഇല്ല, സിലിക്കൺ ടെട്രാക്ലോറൈഡിലുള്ള സിലിക്കണിൽ എന്തുണ്ട്? ഡി ഓർബിറ്റൽസ് ഉണ്ട്. സോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ CCl4. Then 37. Name any one method used for the estimation of nitrogen present in an organic compound. നൈട്രജൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ? രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡ്യൂമാസ് മെത്തേഡ് ആൻഡ് ജെൽഡാൾ മെത്തേഡ്. ഡ്യൂമാസ് മെത്തേഡ് ആൻഡ് ജെൽഡാൾ മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡ് പറഞ്ഞാൽ മതി. Then how is sodium extract prepared? Using this, how will you detect the presence of nitrogen? എന്താണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, അതെങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ നൈട്രജൻ ഡിറ്റക്ട് ചെയ്യും? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം നൈട്രജൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെസൈൻസ് ടെസ്റ്റ് ആണ്. എങ്ങനെയാണ് ലെസൈൻസ് ടെസ്റ്റ് ചെയ്യുക? ലെസൈൻസ് ടെസ്റ്റ് ചെയ്യുക, ഹിയർ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫസ്റ്റ് ഫ്യൂസ്ഡ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ എ സ്മോൾ ഫ്യൂഷൻ ട്യൂബ്. It is then extracted in boiling distilled water and filter it, and that filtrate is known as sodium fusion extract. ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് മെറ്റാലിക് സോഡിയവുമായി ചേർത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതൊരു ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എക്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുക. ഇതിൽ നിന്ന് കുറച്ച് സൊല്യൂഷൻ എടുത്ത് നൈട്രജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസൾഫേറ്റ് ചേർക്കും. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റഷ്യൻ ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നൈട്രജൻ പ്രസന്റ് ആണ് എന്ന് പറയാം. ഓക്കെ. Then 38. Draw the Newman projection for eclipsed and staggered conformation of ethane. Ethane എന്ന് പറഞ്ഞാൽ C2H6. ഇവിടെ രണ്ട് ചിത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. The first one is eclipsed, second one is staggered. Staggered എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ പരമാവധി വ്യത്യാസത്തിലായിരിക്കണം, ഡിസ്റ്റൻസിലായിരിക്കണം നിൽക്കേണ്ടത്. എന്നാൽ എക്ലിപ്സ്ഡ് എന്ന് പറയുന്നതിൽ ഒരു ഹൈഡ്രജൻ്റെ ബാക്കിലായിട്ട് അടുത്ത ഹൈഡ്രജൻ വരുന്ന രൂപത്തിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. ഇതാണ് സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയാവുന്നത്. Then reaction is there. Identify the products A and B. N-hexane in presence of Cr2O3 at high temperature and pressure. What is the product? The product is, this is aromatization reaction. Aromatization reaction, benzene is the product because in N-hexane 6 carbon atoms are there. Then the second one, CH3 CH double bond CH2 plus HBr gives a product. What is the reaction? ഈ റിയാക്ഷൻ ഒരു അഡിഷൻ റിയാക്ഷനാണ്. ഹൈഡ്രജൻ ബ്രോമൈഡ് ഒരു ആൽക്കീനിൽ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. നമ്മൾ മാർക്കോണിക്കോസ് റൂൾ പഠിച്ചതാണ്. അപ്പോൾ പ്രോഡക്റ്റ് അതാണ്, ഹൈഡ്രജൻ ഗോസ് ടു മോർ ഹൈഡ്രജനേറ്റഡ് കാർബൺ. സോ ദ പ്രോഡക്റ്റ് ഈസ് 2-bromopropane. 2-bromopropane. Then 39. Complete the following chemical reactions. ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. അസറ്റിലിൻ പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. അസറ്റിലിൻ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്താൽ ബെൻസീൻ ഈസ് ദ പ്രോഡക്റ്റ്. സൈക്ലൈസേഷൻ ആണ്, ട്രൈമറൈസേഷൻ ആണ്. ബെൻസീൻ ഈസ് ദ പ്രോഡക്റ്റ്. കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് ചേർന്നാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് അസറ്റിലിൻ ഈസ് ദ പ്രോഡക്റ്റ്. This is one of the reaction to get an organic compound from an inorganic compound. ഒരു ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. CaCO2 കാൽസ്യം കാർബൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് അസറ്റിലിൻ. ഈ അസറ്റിലിൻ ഉപയോഗിച്ച് നമുക്ക് അരോമാറ്റിക് ആക്കി മാറ്റാം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിട്ടാൽ കിട്ടുന്നത്. Then 39 second portion, predict the product. Benzene react heated with nitric acid and sulfuric acid. A mixture of nitric acid and sulfuric acid is known as nitrating mixture. So nitration is the reaction here. But a nitration ആണ് നടക്കുന്നത്. ബെൻസീനെ നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രോബെൻസീൻ, that is a product. Then benzene react with chlorine in presence of anhydrous aluminum chloride. ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get chlorobenzene. This is a substitution reaction. Chlorobenzene. Then the 40th question, 40ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? When the concentration of carbon dioxide in the atmosphere increases, it absorbs more IR radiation from solar energy. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അതിന് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇറ്റ് ഇൻക്രീസസ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ.
and that effect is known as greenhouse effect. Give any two applications of green chemistry in day-to-day life. Green chemistry ഒന്ന് രണ്ട് അപ്ലിക്കേഷൻസ് എഴുതാൻ. ഗ്രീൻ കെമിസ്ട്രി എന്തിനെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളത്. One of the application, liquefied carbon dioxide. Liquefied carbon dioxide is used for dry cleaning of clothes. ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ടെട്രാ, ക്ലോറോ, എത്തീൻ തുടങ്ങിയുള്ള പദാർത്ഥങ്ങളായിരുന്നു. ഇപ്പോൾ now we can use liquefied carbon dioxide for dry cleaning purposes. Similarly, bleaching of paper. In early days, chlorine was used. Now we are using hydrogen peroxide. Similarly, you can synthesize certain chemicals. For example, ethanol, CH3CHO, can be commercially prepared by the oxidation of ethene. So, how many examples are there for the application of green chemistry? That is all. 40 ചോദ്യങ്ങൾ, അവയുടെ സബായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഈ പറഞ്ഞ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളും അത് വന്നിരിക്കുന്ന പോർഷൻസും നമ്മൾ കൃത്യമായി പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമുക്ക് അടുത്ത മെയിൻ എക്സാമിന് 60-ൽ 60 മാർക്കും വാങ്ങാവുന്നതാണ്. ഈ പോർഷൻസ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതൊരു റിവിഷനായിട്ട് കണക്കാക്കുക. എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും നല്ല ആശംസകൾ. ആൾ ദി ബെസ്റ്റ്.